السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, ഈ പ്രദേശത്ത് ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, വളരെ പ്രാധാന്യവും പ്രസക്തവുമായ ഒരു ആദർശ വിശദീകരണ സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഇതിനകം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിച്ചിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. ഇസ്ലാം പ്രാമാണികമായി പഠിപ്പിച്ചിട്ടുള്ള സത്യസമ്പൂർണമായ ആശയങ്ങളിൽ നിന്ന്, ആദർശങ്ങളിൽ നിന്ന് അകന്ന് പല രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒരു നൂറ്റാണ്ടുകാലമായി സമൂഹത്തെ കേൾപ്പിക്കുകയും സമൂഹത്തിന് മുമ്പിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് സമസ്ത എന്നുള്ളത്. നാളിതുവരെ പ്രമാണങ്ങൾ മുൻനിർത്തി അത്തരം അബദ്ധങ്ങളെ, തെറ്റുകളെ തിരുത്തി കൊടുക്കാൻ അഹ്ലുസുന്ന വൽ ജമാഅയുടെ യഥാർത്ഥ വാഹകരായിട്ടുള്ള സലഫികൾ ആവുന്നത്ര പരിശ്രമിച്ചതിൻ്റെയും കഠിനാധ്വാനം ചെയ്തതിൻ്റെയും ഫലം ഉസ്താദുമാർക്കിടയിൽ പ്രകടമായിട്ടുണ്ട് എന്നത് ഒരു മാറ്റത്തിൻ്റെ പ്രതീക്ഷയായി കാണുന്നു. അൽഹംദുലില്ലാഹ്. ഈ സന്ദർഭത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സമസ്തയുടെ 10ഓളം അടിത്തറകൾ, അടിസ്ഥാന വിശ്വാസമായി അവർ കണ്ടുവന്നിരുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ എത്രത്തോളം അപകടകരമാണ്, അതിന് പ്രധാനമായും അവർ കാരണമായി സ്വീകരിച്ച കൊടുത്ത കഴിവ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കുമൊക്കെ ഇഷ്ടാനുസരണം ജീവിത കാലഘട്ടത്തിലും മരണശേഷവും അവരാഗ്രഹിക്കുന്ന, ഇച്ഛിക്കുന്ന എന്തും ചെയ്യാൻ യഥേഷ്ടം കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന വിശ്വാസം. ആ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ മുസ്ലിയാക്കന്മാരെ തകർച്ചയിലേക്കും അധപ്പതനത്തിലേക്കും എത്തിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്ഖാഫിൽ ചോദിച്ച ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഖുൽ അറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ആളുകളെ, അറൂനി മാദാ ഖലഖൂ മിനൽ അർള്, ഭൂമിയിൽ എന്താണ് അവർ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരുക. അം ലഹും ശിർക്കും ഫിസ് സമാവാത്ത്, ആകാശങ്ങളുടെ സൃഷ്ടിപ്പിൽ അവർക്ക് വല്ല പങ്കുമുണ്ടോ? അതിൻ്റെ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ഹാജരാക്കുക. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറിവിൻ്റെ അംശം, ഒരു കണിക ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഹാജരാക്കുക. ഇൻ കുൻതും സ്വാദിഖീൻ, സത്യത്തിൻ്റെ ഭാഗമാണ്, പക്ഷമാണ് നിങ്ങളെങ്കിൽ. ഈ ആയത്ത് വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളെ ഉണർത്തുന്ന വചനമാണ്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു,
അള്ളാഹുവിന് കൊടുക്കേണ്ട അനുസരണയും അതുപോലെ തന്നെ ഇഷ്ടവും താഴ്മയുമെല്ലാം ഏതൊരു സൃഷ്ടിയുടെ മുമ്പിൽ അർപ്പിക്കുകയാണെങ്കിലും അള്ളാഹുവിന് കൊടുക്കേണ്ട ആരാധനയാകുന്ന കാര്യങ്ങൾ ആ പ്രവൃത്തിയിലൂടെ, ആ വിശ്വാസത്തിലൂടെ സൃഷ്ടിക്ക് വകവെച്ചു കൊടുക്കുകയാണ്. വമാ യംലികൂന മിൻ ഖിത്മീർ, അവർക്കൊരു പാട പോലും അധീനപ്പെടുത്താൻ, ഉടമപ്പെടുത്താൻ സാധിക്കുകയില്ല. എല്ലാറ്റിൻ്റെ അധികാരവും കൈകാര്യകർത്തൃത്വവും അത് അല്ലാഹു മാത്രമാണ്. ശേഷം അദ്ദേഹം ചോദിക്കുന്നു, ഫകൈഫ തഅബുദൂന മഅഹു ഗൈറഹ, എങ്ങനെയാണ് അല്ലാഹു അല്ലാത്ത മറ്റൊന്നിനെ ആരാധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക? വതുശ്രികൂന ബിഹി, അല്ലാഹുവിൻ്റെ അവകാശത്തിൽ പങ്കാളികളെ വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുക? മൻ അർഷദകും ഇലാ ഹാദാ, അതിലേക്ക് നിങ്ങളെ വഴി നടത്തി ആരെങ്കിലുമുണ്ടോ? മൻ ദആകും ഇലൈഹി, അതിലേക്ക് നിങ്ങളെ വിളിച്ച ആരെങ്കിലുമുണ്ടോ? അഹുവ അമറകും ബിഹി, അല്ലാഹു ഈ കാര്യം നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? അം ഹുവ ശൈഉൻ ഇഖ്തറഹ്തുമൂഹു മിൻ ഇൻദി അൻഫുസികും, അതല്ല നിങ്ങൾ ഉണ്ടാക്കിയതാണോ, നിങ്ങൾ സ്വമേധയാ നിങ്ങളുടെ ഇഷ്ടത്തിനും താല്പര്യങ്ങൾക്കും അനുസരിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു വാദമാണോ, ഒരു വിശ്വാസമാണോ ഇത്? മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ചോദ്യം ആവർത്തിക്കാനാണ് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം പ്രാർത്ഥിക്കണം, അവനോട് മാത്രം സഹായം ചോദിക്കണം. ഇടതേട്ടവും തവക്കുലും നേർച്ചയും എല്ലാം അല്ലാഹുവിനോട് മാത്രമാകണം എന്നാർക്കും വ്യക്തമാകുന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും പഠിപ്പിച്ചിരിക്കെ അതിന് നേർവിപരീതമാകുന്ന ഒരാശയം ഖുർആനിൽ ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഇല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ചോദിച്ചത്, അറിവിൻ്റെ ഒരംശമെങ്കിലും ആ കാര്യത്തെ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് ഹാജരാക്കാൻ സാധിക്കുമോ? ഈ ചോദ്യം ഉസ്താദുമാർ നന്നായി ശ്രദ്ധിക്കണം. ഉസ്താദുമാരുടെ വാക്കിലാണ് കാര്യമെന്ന് കരുതുന്ന രക്ഷിതാക്കളെ, സഹോദരങ്ങളെ ആലോചിക്കുക. അള്ളാഹുവിൻ്റെ ഖുർആനിനെ വിശദീകരിച്ചുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി നോക്കൂ നിങ്ങൾ, കർമ്മകാര്യങ്ങൾ സ്വീകരിക്കുന്നിടത്ത് നാം പ്രമാണങ്ങളുടെ പക്ഷത്താണോ എന്ന് ആലോചിക്കണം. വിശ്വാസ കാര്യങ്ങൾ മാത്രമല്ല, ആ വിശ്വാസത്തിൻ്റെ പ്രചോദനമായി പരലോക വിജയത്തിന് വേണ്ടി നാം ചെയ്യുന്ന കർമ്മങ്ങൾ അത് കൃത്യമായി സ്വഹാബത്തിൽ നിന്ന് കിട്ടിയതായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ സ്വീകരിച്ച് അവർ ജീവിതത്തിൽ കൊണ്ടുവന്ന കാര്യങ്ങളായിരിക്കണം. സഹോദരങ്ങളെ, നമ്മുടെ പരിപാടിയുടെ വിജയത്തിനാവശ്യമായി സാമ്പത്തിക സഹായം നിങ്ങളുടെ മുമ്പിലൂടെ വരുന്നുണ്ട്. അതെല്ലാവരും ഗൗരവത്തിലെടുത്ത് പരമാവധി സഹകരിക്കണമെന്ന് ഉണർത്തുന്നു. പരലോക വിജയത്തിന് വേണ്ടി നാം അനുഷ്ഠിക്കേണ്ടതും ആചരിക്കേണ്ടതുമായ കാര്യങ്ങളിൽ അഹ്ലുസുന്നയുടെ നിലപാട് നമുക്കുണ്ടോ എന്ന് പരിശോധിക്കണം. അവിടെയും മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു വാചകമുണ്ട്, വഅമ്മ അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅ എന്നത് ഫയഖൂലൂന ഫീ കുല്ലി ഫിഅലിൻ വഖൗലിൻ, ഏതൊരു വാക്കിലും പ്രവൃത്തിയിലും അവർ പറയുന്നത് ലം യസ്ബുത് അനി സ്വഹാബ, സ്വഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടതല്ലെങ്കിൽ ആ സ്ഥിരപ്പെടാത്ത കാര്യം ഹുവ ബിദ്അ, അത് ബിദ്അത്ത് എന്നാണെന്ന് അവർ പറയുക. സ്വഹാബത്തിന്റെ വാക്കിലുണ്ടോ, അവരുടെ പ്രവർത്തനങ്ങളിലുണ്ടോ, അത് സുന്നത്തിൽപ്പെട്ടതാണ്, ഇല്ലെങ്കിൽ അത് ബിദ്അത്താണ്. ലിഅന്നഹു ലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി, ഇന്ന് സമൂഹത്തിൽ കാണുന്നത് ഓരോരുത്തരും കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ അതെല്ലാം നല്ലതല്ലേ എന്ന നിലക്ക് പരിഗണിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു അവസരം ഇസ്ലാമിലുണ്ടെങ്കിൽ അവരതിലേക്ക് മുൻകടക്കുമായിരുന്നു. ലിഅന്നഹും ലം യത്റുകൂ ഖസ്ലതൻ മിൻ ഖിസാലിൽ ഖൈർ ഇല്ലാ വഖദ് ബാദറു ഇലൈഹാ,
ഒരു നന്മയും സ്വഹാബത്ത് ഉത്തമ തലമുറയിൽ ജീവിച്ചവർ ഒഴിവാക്കിയിട്ടില്ല, അവർ മാറ്റിയിട്ടില്ല. ആ കാര്യത്തെ അവർ മുൻകടന്ന് അതിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടല്ലാതെ അവർ ഒന്നും ഒഴിവാക്കിയിട്ടില്ല എന്ന് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ അഹ്ലുസുന്ന വൽ ജമാഅ എന്താണെന്ന് വിശദീകരിക്കുന്നിടത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസ കർമ്മ കാര്യങ്ങളിൽ നമുക്ക് നോക്കാനുള്ളത് വിശുദ്ധ ഖുർആനിലേക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലേക്കാണ്. ആരെങ്കിലും ഉണ്ടാക്കിയതിലേക്കോ അഭിപ്രായപ്പെട്ടതിലേക്കോ ഭൂരിപക്ഷം തീരുമാനിച്ചതിലേക്കോ നാട്ടാചാരങ്ങളിലേക്കോ നോക്കുക എന്നതല്ല ഇസ്ലാമിൻ്റെ പ്രമാണം. അത്തരം നിലപാടുകൾ സമൂഹത്തിൽ വന്നതുകൊണ്ടാണ് ഉസ്താദുമാർക്ക് വലിയ രൂപത്തിലുള്ള പിഴവുകളിലും അബദ്ധങ്ങളിലുമൊക്കെ ചെന്ന് ചാടേണ്ടി വന്നത്. എന്താ ഉണ്ടായത്? പ്രമാണങ്ങളെ മുന്നിൽ വെച്ച് അവരുടെ പിന്നാലെ നമ്മൾ കൂടിയപ്പോൾ സഹോദരങ്ങളെ, ശക്തമായ തിരുത്തലുകളും അതുപോലെ തന്നെ വലിയ ചർച്ചകളും അതുപോലെ തന്നെ ഖണ്ഡനങ്ങളുമൊക്കെ ഉസ്താദുമാർക്കിടയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ കീഴിൽ ഉലമാ സമ്മേളനം എന്ന പ്രത്യേകമായ ചില പരിപാടികൾ മുഷാവറയുടെ ലെറ്റർ പേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നടത്തപ്പെട്ടു എന്നുള്ളത്. മലപ്പുറം ജില്ലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഉസ്താദുമാർക്ക് നടത്തപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ, എറണാകുളത്ത് പല സ്ഥലങ്ങളിലും നടന്നു കഴിഞ്ഞു. എന്തിനാണത്? ഇതാണ് അതിൻ്റെ അതിൽ വിതരണം ചെയ്ത, അവരെ പഠിപ്പിച്ച നോട്ടിൻ്റെ കോപ്പി ഇതാണ്. ഇത് നിസാരമായി നമ്മൾ കാണേണ്ട ഒന്നല്ല. അലവി സഖാഫി അടക്കമുള്ള ഉസ്താദുമാർ, മുസ്ലിയാക്കന്മാർ ഈ കാര്യത്തെപ്പറ്റി മിണ്ടുന്നേയില്ല. അവർക്ക് ഇത് കണ്ട ഭാവം പോലുമില്ല. അതുകൊണ്ടാണ് ഇത് വളരെ പ്രസക്തമാണ്. ഇതേതാണ്? സമസ്തയുടെ ഔദ്യോഗിക ലെറ്റർ പേഡിലാണിത്. ആര്? കാന്തപുരം മുസ്ലിയാരും അതുപോലെ തന്നെ സൈനുദ്ദീൻ മുസ്ലിയാരും അടക്കമുള്ളവർ ഉപയോഗിക്കുന്ന അവരുടെ പേരോടുകൂടിയ ലെറ്റർ പേഡാണിത്. ഇതിലെന്താ എഴുതി വിട്ടത്? മറ്റൊന്നുമല്ല, ഇതുവരെ സമസ്ത പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന അവരുടെ അടിസ്ഥാന വാദം എന്താണോ ആ വാദത്തെ പ്രതിക്കൂട്ടിലാക്കുകയാണ്. എന്താ പറഞ്ഞത്? വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലും സംസാരിക്കരുത്. വിശദീകരിക്കേണ്ട ആവശ്യമില്ല, വളരെ വ്യക്തമാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് കരുതി വിളിച്ചു പറയാൻ പാടില്ല. സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല. പിന്നെയോ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ, ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. സർവ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്ന വലിയ, അങ്ങനെ പറയാൻ പാടില്ല. പ്ലെയിനുകൾ മുഴുവൻ ഒരു വലിയ കണ്ണ് ചിമ്മിയാൽ കൂട്ടിയിടിക്കും തുടങ്ങിയ വാചകങ്ങൾ സംശയങ്ങൾ ജനിപ്പിക്കും. ഒരുപാട് വായിക്കാനുണ്ട്. ഇത് ഇൻഷാ അല്ലാഹ് ഈ സംസാരം കഴിയുന്നത് വരെ മനസ്സിലുണ്ടാകണം. ഇത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇനി ഓരോ കാര്യങ്ങളെയും നമ്മൾ പരിശോധിക്കപ്പെടുന്നത്. എന്താ സഹോദരങ്ങളെ, ഈ ഉലമാ സമ്മേളനം പുറത്തു വന്നതോടുകൂടി തിരുത്തലുകളായി, തിരുത്തുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ തിരുത്തിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇത് പറഞ്ഞവരൊന്നും തിരുത്തിയതായി കണ്ടിട്ടില്ല. ഓരോരുത്തരും പറഞ്ഞതിൽ ഒരു പ്രത്യേക വാശിയിൽ, വെറുപ്പിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ചില ഉസ്താദുമാരൊക്കെ അതൊന്നും കേൾക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല, ഞങ്ങൾ കണ്ട റൂട്ടിലൂടെ, വഴിയിലൂടെ ഞങ്ങൾ പോകും, ഞങ്ങളെ തടയാനും പിടിക്കാനും ഒന്നും നിൽക്കണ്ട എന്ന നിലപാടിലാണ് ചില ഉസ്താദുമാരുള്ളത്. ഇത് ഈ നോട്ട് മാത്രമല്ല, സാക്ഷാൽ അലവി സഖാഫി തന്നെ പറയുന്ന ഒരു ഭാഗം കേൾക്കുക. അവരുടെ ബുദ്ധിയുടെ ആ കതിർ അനുസരിച്ച് സംസാരിക്കാനുമാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് ഞങ്ങൾക്ക് കൽപ്പനയുള്ളത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുക. അപ്പൊ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന, അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതേ പറയാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഹദീസ് ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് തന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ വാള്യം 81-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്ന
കഥകളും സംഭവങ്ങളും വിഷയങ്ങളും ഒന്നും നമ്മൾ പറയാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് സത്യമായിരിക്കാം. പക്ഷെ ജനങ്ങൾ, നമ്മുടെ പ്രബോധിതരായ ആളുകൾ ആരാണ്, അവരെ നോക്കിയിട്ട് അവരുടെ ഫഹ്മ് നോക്കിയിട്ട് സംഗതി പറഞ്ഞു കൊടുക്കാം. ഇത് ഈ നോട്ട് വെച്ച് അവരുടെ പ്രബോധകന്മാർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. പറയാൻ പറ്റൂല. ഏതാ കാര്യം? കൊടുത്ത കഴിവ് എന്ന ഉസ്താദുമാർ മുസ്ലിയാക്കന്മാർ ഉണ്ടാക്കിയിട്ടുള്ള അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഒരു നൂറ്റാണ്ടുകാലം പോയപ്പോൾ സംഗതി പിടുത്തം വിട്ടു, കയ്യിന്ന് പോവുകയാണ്. എല്ലാവരും തോന്നിയതൊക്കെ വിളിച്ചു പറയാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ആ കൊടുത്ത കഴിവ് എന്ന വിശ്വാസപ്രകാരമാണല്ലോ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത്. മൊഹീദ്ദീൻ ഷെയ്ഖിനോട്, ബദരീങ്ങളോടും അമ്പുറന്തങ്ങളോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഖുതുബിയ്യത്തിലൂടെ ഒരുപാട് അള്ളാഹുവിൻ്റെ മാത്രമായിട്ടുള്ള കഴിവുകളെ മൊഹീദ്ദീൻ ഷെയ്ഖിന് വകവെച്ചു കൊടുക്കുന്ന വരികൾ, അതുപോലെ തന്നെ കഥകൾ, അത് ഖുതുബിയ്യത്തിലുണ്ടല്ലോ. എത്രത്തോളം ആകാശ ലോകത്തുള്ളവർക്ക് മഴ വർഷിപ്പിച്ചു കൊടുക്കുന്ന ഗൗസ്, സഹായി എന്നാണ് ആരെക്കുറിച്ച് പറഞ്ഞത്? മൊഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലയെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതല്ല, അദ്ദേഹം എഴുതിയതല്ല, കൊടുത്ത കഴിവ് എന്ന മാനദണ്ഡപ്രകാരമാണ്. ഇതാരെ ബുദ്ധിക്ക ഉൾക്കൊള്ളാൻ കഴിയുക? വിശ്വാസികൾക്ക് സ്വീകരിക്കാൻ കഴിയുമോ? നമുക്കാവശ്യമായ മഴ നൽകുന്നവൻ അള്ളാഹുവാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. അത് കൃത്യമായി തീരുമാനിച്ച് സമയബന്ധിതമായി നമുക്ക് നൽകുന്നവൻ അള്ളാഹുവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അത് കൊടുക്കാനോ ഇന്ന സമയത്താണെന്ന് പറയാനോ സാധിച്ചിട്ടില്ല. ഇനി നോക്കൂ നിങ്ങൾ, ഒഴിഞ്ഞിരുന്ന് 1000 തവണ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പേര് വിളിച്ചാൽ വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടും. എന്താ മാനദണ്ഡം? കൊടുത്ത കഴിവ്. ഇതാരെ ബുദ്ധിക്ക ഉൾക്കൊള്ളുക? ഏത് പ്രമാണം കൊണ്ടാ തെളിയിക്കാൻ സാധിക്കുക? അള്ളാന്റെ പേര് പോലും 1000 തവണ വിളിക്കാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല. എൻ്റെ പേര് 1000 തവണ വിളിച്ചോളിയും. അള്ളാഹുവിൻ്റെ നാമങ്ങൾ, നമുക്കറിയുന്നതായ 99 നാമങ്ങൾ, അതല്ലാത്ത എത്രയോ നാമങ്ങൾ, ആ നാമങ്ങൾ മുഴുവനും വിളിച്ചുകൊണ്ട് എന്നോട് പ്രാർത്ഥിക്കണം എന്നല്ല. എനിക്ക് ഉൾക്കിട്ട നാമങ്ങളുണ്ട്, അത് മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുക. റഹ്മാൻ എന്നോ റഹീം എന്നോ അല്ലാ എന്നോ വിളിക്കാം. ഇത് 1000 തവണ വിളിക്കണം. അങ്ങനെ നിബന്ധന വെച്ച് കൊടുത്ത കഴിവ് എന്ന ആ ഒരു മാനദണ്ഡത്തിലാണ് ഇതൊക്കെ പഠിപ്പിക്കപ്പെട്ടത്. പ്രതിക്കൂട്ടിലായി, ഇസ്തിഗാസ അപകടത്തിലായി, പ്രാർത്ഥന അപകടത്തിലായി. ഇതിനാണ് സമൂഹത്തോട് ഉസ്താദുമാരെ നിങ്ങൾ ഉത്തരം പറയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരോട് മാത്രം പ്രാർത്ഥിക്കുന്നു എന്നാ പ്രഖ്യാപിച്ചത്? ഈ കാര്യം നമ്മൾ പറയുമ്പോൾ നമുക്ക് എതിരായി ഉസ്താദുമാർ പറയും, ഞങ്ങൾ സഹായ തേട്ടമാണ് നടത്തുന്നത്, ആരാധനയാകുന്ന പ്രാർത്ഥന നടത്തുന്നില്ല. സഹായ തേട്ടം പ്രാർത്ഥനയാണ്, പ്രാർത്ഥന ആരാധനയാണ് എന്ന് ആയത്തുകളോതി കിതാബുകൾ വായിച്ച് പറഞ്ഞു കൊടുത്താലും ഔലിയാക്കൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട്, എന്തിനും കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അവർ ഉന്നയിക്കാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം, ഇന്നമാ അദൂ റബ്ബി, എൻ്റെ റബ്ബിനോടാണ് നിശ്ചയം ഞാൻ പ്രാർത്ഥിക്കുക. സൂറത്തു ജിന്നിലെ ആയത്താണ്. എന്താ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞത്? ഇന്നമാ അഅ്ബുദു റബ്ബി, അദൂ റബ്ബി എന്ന് പറഞ്ഞാൽ അഅ്ബുദു റബ്ബി. അർത്ഥം എന്താ? എൻ്റെ റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബിനെ ആരാധിക്കുന്നു. പിന്നെയോ വഹദഹു ലാ ശരീക ലഹു, യാതൊരു പങ്കാളിയും അവനില്ല. വാസ്തജീറു ബിഹി വതവക്കലു അലൈഹി, അല്ലാഹുവിലേക്ക് അഭയം തേടുന്നു, അവനിൽ തവക്കുലാക്കുന്നു. ഇത്രയും കാലം പ്രമാണങ്ങളെ മുറുകെ പിടിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങിയ സലഫികളെ, മുജാഹിദുകളെ, ഉസ്താദുമാരെ നിങ്ങൾ വേദനിപ്പിച്ചു. അതുകൊണ്ടാ ചോദിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയെക്കുറിച്ച് സൂറത്തു മറിയമിൽ കാണാം, വാദോ റബ്ബി, എൻ്റെ റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? വഅബ്ദു റബ്ബി വഹദഹു ലാ ശരീക ലഹു, ഇബാദത്തെടുക്കുന്നു എന്നാണ്. ഇബാദത്താകുന്ന പ്രാർത്ഥന കരഞ്ഞ് കണ്ണീരൊഴുക്കി കൈകൾ മലർത്തി വളരെ വിനയത്തോടെ താഴ്മയോടെ ഷെയ്ഖേ, ബീവിയേ, നബിയേ
എന്നൊക്കെ വിളിക്കാൻ എന്തായിരുന്നു ന്യായം? നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഒരു ന്യായം. അതെന്താ? കൊടുത്ത കഴിവ്. അതാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ചോദിച്ചത്. ആ കഴിവ് അത് നിങ്ങൾ ഉണ്ടാക്കിയ ഒന്നാണോ? അതാണ് ചോദിക്കുക. നിങ്ങൾ ഉണ്ടാക്കിയതാണ്. ഖുർആനിന്റെ ആയത്ത് കൊണ്ടാണ് ഈ തെളിയിക്കുന്നത്. ഇനി ഇത് സുന്നത്ത് മാസിക 2018 ജനുവരി സുന്നത്ത് മാസിക. എന്താ അതിലുള്ളത്? ഇതാ മുഹയ്യിദ്ദീൻ മാലയും ഇസ്തിഗാസയും. ഇതൊക്കെ തിരുത്തണം. ഇതുമൊന്നും ഒളിച്ചു പോകാൻ പാടില്ല, വിട്ടുപോകാൻ പാടില്ല. ഏതായിരുന്നാലും എല്ലാം പറയാൻ പാടില്ല. പരിധിയൊക്കെ നിശ്ചയിക്കണം നിരത്തിക്കെത്തി. അപ്പൊ ഇതൊക്കെ തിരുത്തണം. എന്താ എഴുതി വിട്ടത്? ആര് ഏത് സമയത്ത് എവിടെ വെച്ച് വിളിച്ചാലും അത് ഞാൻ കേൾക്കുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഷെയ്ഖ് ജീലാനി ഇവിടെ പറയുന്നത്. മഹാന്മാരോടുള്ള ഇത്തരം സഹായാഭ്യർത്ഥനയാകട്ടെ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പണ്ഡിത പ്രസ്താവനകളിലും നിറഞ്ഞു നിൽക്കുന്ന പരമയാഥാർത്ഥ്യവുമാണ്. അങ്ങനെ ഒരു പരമയാഥാർത്ഥ്യമാണെങ്കിൽ അത് വിശ്വാസികളോട് പറയാതിരിക്കേണ്ടതല്ലോ, പറയേണ്ടതല്ലേ? അപ്പൊ ഇതിനെ കൊടുത്ത കഴിവ് അത് തെളിവിന്റെ അടിസ്ഥാനത്തിലാകണ്ടേ? ഇതാണ് സമസ്തയുടെ ഇക്കാലം വരെയുള്ള വിശ്വാസം പ്രതിക്കൂട്ടിലായി എന്ന് ഒന്നാമത്തെ പോയിന്റ്. ഇതുവരെ കൊണ്ടു നടന്നതൊക്കെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടലിന് വിധേയമാക്കപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്തതെന്താ? അനാഥത്വം അനുഭവിക്കുകയാണ്. എന്ത്? അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ അദൃശ്യമറിയും, എന്തും എവിടുന്നും എങ്ങനെയും അറിയും. എത്രത്തോളം അറിയോ? മരണശേഷം അതിനുള്ള ശക്തി അവർക്ക് കൂടുതൽ കിട്ടും. അങ്ങനെ വരെ ഉസ്താദുമാർ പ്രസംഗിച്ച് അവരൊക്കെ എഴുതി വിട്ടു. പക്ഷേ ഇപ്പൊ എന്താ ഉണ്ടായത്? ഉലമാ സമ്മേളനത്തോടു കൂടി എന്തായി? അതും തകർക്കപ്പെട്ടു. കാരണം ആർക്കാ അതൊക്കെ വിശ്വസിക്കാൻ സാധിക്കുക? വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. അദൃശ്യമറിയുന്നവൻ, അതിന് സാധിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. അത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. അള്ളാഹുവിന്റെ നാമങ്ങളിൽ പെട്ടതാണ്, വിശേഷണങ്ങളിൽ പെട്ടതാണ്. അപ്പോ അതിലേക്ക് ഔലിയാക്കൾ, അമ്പിയാക്കളെ കൂട്ടിച്ചേർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അടുക്കൽ പരാതികളുമായി സ്വഹാബികൾ വരും, ആക്രമിക്കപ്പെട്ടവർ വരും. ഇമാം ബുഖാരി അടക്കം ഉദ്ധരിച്ച ഹദീസാണ്. ആ സമയത്ത് ഓരോരുത്തരും അവരുടെ പ്രശ്നങ്ങൾ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഒരു മനുഷ്യനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാനൊരു മനുഷ്യനാണ് നിങ്ങളെപ്പോലെ. അതുകൊണ്ട് നിങ്ങളിൽ ആരാണോ കൂടുതൽ സംസാരിക്കുന്നത് അതനുസരിച്ചാണ് ഞാൻ കാര്യങ്ങൾ പറയുക. അപ്പോ ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നു, എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാനൊരു മനുഷ്യനാണെന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാത്തരം അദൃശ്യങ്ങളും അറിയും എന്ന് ജൽപ്പിക്കുന്നവർക്കുള്ള മറുപടിയാണ്. എത്ര കളവുകൾ ഉസ്താദുമാരെ, എത്ര കള്ളക്കഥകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നിങ്ങൾ സമൂഹത്തെ കേൾപ്പിച്ചു. അത് പരിഹരിക്കപ്പെടണ്ടേ? അതാണ് ഈ സംസാരത്തിന്റെ താല്പര്യം. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞ കാര്യമാണ് വായിച്ചത്. എന്താണ് അതിനെപ്പറ്റി സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാനുള്ളത്? മാത്രവുമല്ല, മുഹയ്യിദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതോ എഴുതിയതോ പാടിയതോ ആയ കാര്യങ്ങളല്ല. മുഹയ്യിദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ എഴുതപ്പെട്ട, കോഴിക്കോടുകാരൻ എഴുതപ്പെട്ട ആ മുഹയ്യിദ്ദീൻ മാല, അതിലെന്താ ഉള്ളത്? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൽബിലുള്ള കാര്യങ്ങൾ കാണുമെന്നാണ്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ. ആർക്കാ ഇത് വിശ്വസിക്കാൻ സാധിക്കുക? ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവൻ ആരാണ്? ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞ കാര്യമല്ലേ അത് അല്ലാഹുവാണെന്ന്. എന്താ ചെയ്യുക? അല്ലാഹു പറഞ്ഞതാണോ വേണ്ടത്? അതല്ല ഉസ്താദുമാർ പറഞ്ഞ് ഇപ്പോൾ കുടുങ്ങി നിൽക്കുന്ന അവസ്ഥയാണോ വേണ്ടത്? സഹോദരങ്ങളെ ആലോചിക്കുക. ഇതാണ് രണ്ടാമത്തെ തകർച്ച. ഇനി നോക്കൂ നിങ്ങൾ, മൂന്നാമത്തതോ, സമസ്ത മുസ്ലിയാക്കന്മാർ അവരിങ്ങനെ വാദോരാതെ വിളിച്ചു പറയുന്ന കാര്യമാണ്, ഞങ്ങൾ അഹ്ലുസുന്നയാണ്, അല്ലാത്തവരൊക്കെ പുത്തൻവാദികളാണ്, പിഴച്ചവരാണ്. ഇത് പറയുമ്പോൾ അതാരെ പറ്റിയാണ് ആ പിഴച്ചവർ, പുത്തൻവാദികൾ എന്നൊക്കെ പറയുന്നത്? സഹോദരങ്ങളെ, തൗഹീദിനു വേണ്ടി ജീവിക്കുന്ന, ശബ്ദിക്കുന്ന, പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ചാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത്. എന്നാൽ
സമസ്തയുടെ 100 കൊല്ലത്തെ പാരമ്പര്യമാണ് പഠിപ്പിക്കുന്നത് എന്നാ ഉസ്താദുമാർ പറയല്. 100ന്റെ അപ്പുറം പോകൂല. കാരണം 100ന്റെ അപ്പുറം പോയാൽ അത് പരിപൂർണമായി തകർക്കപ്പെടും. 100ന്റെ അപ്പുറം ഏതാ? നമുക്ക് പറയാനുള്ളത് ഉത്തമ തലമുറയെ പറ്റിയാണ്. ആരാ ഉത്തമ തലമുറ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിലൂടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞു. ആ ഉത്തമ തലമുറയിൽ ഉണ്ടോ ഇല്ലയോ എന്ന പരിശോധനയാണ് പ്രധാനം. അപ്പോ 100 കൊല്ലം മുമ്പുള്ള പാരമ്പര്യമാണ് ഉസ്താദുമാർ പറയാറുള്ളത്. ആ പാരമ്പര്യം കേരളത്തിൽ ഏതറിയോ? ഇവിടെ പ്രായമുള്ള, ഏറ്റവും നല്ല പ്രായമുള്ള രക്ഷിതാക്കൾക്ക് അത് പെട്ടെന്ന് ഓർമ്മ വരും. ആ പഴയ കാലേതാ? വിശുദ്ധ ഖുർആൻ ആർക്കെങ്കിലും നല്ല നില അറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പറ്റി ബോധമുണ്ടോ? ഇല്ല. അന്ധമായ അനുകരണങ്ങളും ത്വരീഖത്ത് വാദങ്ങളും അതുപോലെ തന്നെ ഷിയാക്കളും സൂഫികളും സമൂഹത്തിലേക്ക് ഇറക്കുമതി ചെയ്ത അന്ധവിശ്വാസങ്ങളും നിറഞ്ഞു തുളുമ്പി നിന്ന ഒരു കാലഘട്ടം. അതാണ് 920 കാലഘട്ടം. 100 കൊല്ലാണ് പിടിക്കുക. അപ്പൊ അത് പറയുമ്പോ നമുക്ക് പ്രധാനമായും 3 വിഭാഗങ്ങൾ. ഒന്ന് ഷിയാക്കളാണ്, 2 ആ ഷിയാക്കൾ സൃഷ്ടിച്ച സൂഫികളാണ്, 3ാമത്തത് അവരിലൂടെ ഉണ്ടായി വന്ന ബറേൽവികളാണ്. ഈ 3 വിഭാഗത്തിൻ്റെയും ഏകരൂപമായി ഒരു സംഘടിതമായി പ്രവർത്തനം തുടങ്ങിയതാണ് 926 സമസ്ത എന്നുള്ളത്. ഇതേതാണെന്നറിയോ? അൽ മുബാറക്. അൽ മുബാറക് ഉസ്താദുമാർക്ക് അറിയും. അതിൻ്റെ ഏതെല്ലാം സമ്മേളനങ്ങളിൽ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അൽ മുബാറക്കിന്റെ പോരിശയായി പറഞ്ഞ പ്രഭാഷണങ്ങൾ അതൊക്കെ ലഭ്യമാണ്. ആ അൽ മുബാറക്ക് 900 അൽ മുബാറക്കിന്റെ 5ാമത്തെ പേജ് ഞാൻ വായിക്കാം. എന്താണ്? അടിസ്ഥാന വിശ്വാസമായ തൗഹീദിൽ സുന്നികളും ഷിയാക്കളും യോജിക്കുന്നു. ഷിയാക്കളും സുന്നികളും അടിസ്ഥാന വിശ്വാസമായ തൗഹീദിൽ യോജിക്കുന്നു എന്നാണ് അൽ മുബാറക്ക് 989 ഓഗസ്റ്റിൽ അൽ മുബാറക്ക്. അപ്പൊ എന്തായി? കൊടുത്ത കഴിവ് എന്ന നിലക്കുള്ള ആ വിശ്വാസം ഷിയാക്കളിൽ നിന്ന് സ്വീകരിച്ച് പ്രവർത്തിക്കുന്നവരായിരുന്നു ആര്? ഉസ്താദുമാർ. അതാരാ പറയണത്? അൽ മുബാറക്കാണ്. ഇനി അതുകൊണ്ട് കഴിഞ്ഞ് അൽ മുബാറക്ക് മാത്രമല്ല, അതല്ലാതെ ഇനി ഇവിടെ സൂഫികളിലൂടെയാണ് കടന്നു വന്നത്. ആ സൂഫികളുടെ പ്രധാനികളായ ഇബ്നു ഹല്ലാജും ഇബ്നു അറബിയും അവർക്ക് തങ്കപ്പെട്ട ഇമാമുമാരാണ്. തങ്കപ്പെട്ട വളരെ പൊന്നുപോലെയുള്ള ഇമാമുമാരാണ് ആര്? ഇബ്നു അറബിയും ഹല്ലാജും. ആരാ അവർ? അദ്വൈതവാദവും അവതാരവാദവും സമൂഹത്തിൽ പഠിപ്പിച്ചവരാണ്. അവരെയാണ് സമസ്ത ഉസ്താദുമാർ പോരിശയോടുകൂടി കൊണ്ട് നടക്കുന്നത്. ഇനി അത് കഴിഞ്ഞില്ല. അടുത്തതാരാ? ബറേൽവിയാണ്. അഹമ്മദ് റസാ ഖാൻ ബറേൽവി. ഇതാ അഹമ്മദ് റസാ ഖാൻ ബറേൽവി SYS ബുക്സ് ഇറക്കിയതാണ്. എന്താ അതിലുള്ളത്? അതിൽ MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതി കൊടുത്ത അവതാരികയുണ്ട്. എന്താ അവതാരിക എന്നറിയോ? അഹമ്മദ് റസാ ഖാൻ ബറേൽവിയെ നന്നായി പുകഴ്ത്തി പ്രശംസിക്കുകയാണ്. അപ്പോ ഇത് പഴയതല്ലേ എന്ന് കരുതി ഒഴിവാക്കാൻ പറ്റൂല. ഇത് ഫ്രഷാണ്. ഫ്രഷ് പറഞ്ഞാൽ നല്ല ചൂരും മണമുള്ളതാണ്. ഏതാണ്? 2024 ഫെബ്രുവരി 1. 2024 ഫെബ്രുവരി 1 സുന്നി അഫ്കാറാണ്. അൽഹംദുലില്ലാഹ് ഇന്നലെ കൈ കിട്ടിയതാ. എന്താണ് സുന്നി അഫ്കാറിൽ? അതിന്റെ 42ാമത്തെ പേജ്. ബറേൽവികൾ കേട്ടോളി. ഇന്ത്യയിലെ പാരമ്പര്യ ഇസ്ലാമിന്റെ സംരക്ഷകനായ അഹ്ലുസുന്നയുടെ ഇമാമാണ് അഹമ്മദ് റസാ ഖാൻ ബറേൽവി. ഈ വ്യക്തി ആരാന്നറിയോ? ഈ വ്യക്തി ആരാ? ഈ വ്യക്തി ഉൾക്കൊള്ളുന്ന ആശയം സ്വീകരിക്കാത്തവരൊക്കെ കാഫിറുകളാണ്. അങ്ങനെ മുദ്ര കുത്തിയ ആളാണ്. കാഫിറുകളാക്കുക. അപ്പോൾ നല്ല ഇമാമാണ്. ഇനിയോ ഇതാ അടുത്തത്. സമസ്തയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാലിയാത്തി. അദ്ദേഹം 85-54 ബറേലിൽ പോയി റസാഖാന്റെ ശിഷ്യത്വം സ്വീകരിച്ച മഹാപണ്ഡിതനാണ്. ആരാണ്? അഹമ്മദ് കോയ ഷാലിയാത്തി. ആരാ? സമസ്തയുടെ സ്ഥാപക നേതാക്കളിൽപ്പെട്ട ആള്. കഴിഞ്ഞില്ല. ബറേൽവി പണ്ഡിത സഭയായ ആൾ ഇന്ത്യ സുന്നി
ജംഇയ്യത്തുൽ ഉലമയുടെ പതാകയാണ് 1945 മുതൽ സമസ്തയുടെ പതാകയായി ഉപയോഗിച്ചു വരുന്നത്. അപ്പൊ എല്ലാം ബറേൽവിയെ ഇസ്ലാമിന്റെ ആളായി കൊണ്ടു നടക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ പിഴച്ച ആശയങ്ങൾ അത്രക്ക് അപകടകരമാണ്. അപ്പൊ സഹോദരങ്ങളെ, അഹ്ലുസുന്നയുടെ സരണിയല്ല അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് ആത്മാർത്ഥമായി സത്യസന്ധമായി ഉസ്താദുമാർക്ക് പറയാനുള്ള അവകാശമില്ല. എന്തേ കാരണം? വിശ്വാസം ഷിയാക്കളുടേത്, ഇമാമുമാർ സൂഫികളുടേത്, ആശയവും മാർഗവും പതാകയും അടയാളങ്ങളും ശിഷ്യത്വവും ഒക്കെ ആരുടേത്? ബറേൽവികളുടേത്. ഇങ്ങനൊക്കെ നമ്മൾ പറഞ്ഞാലും ഞങ്ങൾ ഷിയാക്കളല്ല എന്ന് ഉസ്താദുമാർ ആവർത്തിച്ചു പറയും. കാരണം ഇവിടെ കൊണ്ടോട്ടി തങ്ങളിലൂടെ ഷിയായിസം ഇവിടെ വ്യാപിച്ചിട്ടുണ്ട്. അപ്പോ കൊണ്ടോട്ടി തങ്ങളെ അരിക്കാക്കാൻ വേണ്ടി ആ കാലത്ത് 1-2 ഫത്വയൊക്കെ തട്ടിക്കൂട്ടി ഇറക്കിയിട്ട് ആ കൊണ്ടോട്ടി തങ്ങൾ കൊണ്ടുവന്ന ഷിയ ആചാരങ്ങളെ അഹ്ലുസുന്ന എന്ന ഒരു പുതപ്പ് കൊണ്ട് മൂടി വെച്ചു. ആര്? ഉസ്താദുമാർ ആണ് മൂടി വെച്ചു. അപ്പോ ഇപ്പൊ നടക്കുന്ന മുഖാമുഖങ്ങളിൽ ഒരു ചോദ്യം വന്ന് കൊണ്ടോട്ടി തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ആ ചോദ്യത്തിന് ഒരു ഉസ്താദ് കൊടുത്ത മറുപടി കേൾക്കുക. കൊണ്ടോട്ടി ത്വരീഖത്ത് എന്ന് പറയുന്നത് സമസ്ത രൂപീകരിച്ച അക്കാലം തന്നെ എല്ലാവരും ഇത്തിഫാക്കായിട്ട് തെറ്റാണ് എന്ന് ഫത്വ കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ കൊണ്ടോട്ടി പരിസരത്ത് അല്ലെങ്കിൽ ഇതിന്റെ നമ്മുടെ കേരളത്തിൽ തന്നെ അതുമായി അറിയുന്ന എല്ലാ ആളുകൾക്കും നിസ്സംശയം ഒരു തർക്കമില്ല അത് പേച്ചതാണ്. ഇക്കാലം അത്രയും തർക്കം ഉണ്ടായിട്ടില്ല എന്ന് മാത്രല്ല, പിന്നെ ഇവിടെ പറയപ്പെടുന്നത് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി അവരെ പറ്റിയും കീശേരി മുഹമ്മദ് മുസ്ലിയാരെ സംബന്ധിച്ചും അവര് രണ്ടുപേരും അവിടെ സിയാറത്തിന് വന്നിരുന്നു എന്ന പക്ഷക്കള്ളമാണ് പറയുന്നത്. കേട്ടല്ലോ, ഇത് ചോദ്യത്തിൽ കുടുങ്ങി ഉസ്താദ്. കാരണം ചോദിക്കുന്ന ആള് തിരിച്ചും മറിച്ചൊക്കെ തെളിവിട്ട് ചോദിക്കുന്നുണ്ട്. അവസാനം പറഞ്ഞു, ഏത് വാപ്പ് പറഞ്ഞാലും വേണ്ടിയില്ല, ഈ ഫത്വയാണ് നമുക്ക് പ്രധാനം. എല്ലാരും താട്ടി തെറിപ്പിച്ച് കണ്ടാണ് പോണത്. ഇന്ന് ഏതാ സാധനത കേട്ടോ, ഇതാ ഔലിയായി രാജകളി തൃപ്പനച്ചി ഉസ്താദ്. ഇതാണിപ്പോ പച്ചക്കളവ്, പച്ച നുണാന്ന് ഇപ്പൊ കേട്ടില്ല നിങ്ങൾ. ആ നുണയാണോ സത്യമാണോ എന്ന് ഈ കിതാബ് പറയും. നമുക്ക് കിതാബിലുള്ളത് വായിച്ചാൽ മതി. ഇനി ഈ കിതാബ് തള്ളാൻ പറ്റുമോ? ഈ കിതാബിന് പോരിശ കൊടുത്ത ഉസ്താദുമാരൊക്കെയാണ്? ഇതാ, 1 സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ആശംസ. അടുത്തത് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. കേട്ടില്ല? കഴിഞ്ഞില്ല. അടുത്തത് പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ. അടുത്തത് സയ്യിദ് നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ പാണക്കാട്. അടുത്തത് MT അബ്ദുള്ള മുസ്ലിയാർ. അടുത്തത് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ. അടുത്തത് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ. അടുത്തത് അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ. ഇങ്ങനെ നീണ്ടു പോകുകയാണ്. MLA മാരും മുനവർ അലി തങ്ങളും വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാരും എല്ലാവരും ഉണ്ട്. എല്ലാവരും നല്ല ആശംസ എഴുതി കൊടുത്ത കിതാബാണ്. ഈ കിതാബ് കൈകൊണ്ട് പിടിക്കാതിരിക്കാൻ മാത്രം അത്രയും മോശം കാര്യങ്ങൾ ഈ കിതാബിലുണ്ട്. അതൊക്കെ പാടെ വായിക്കാൻ എന്നാണ്ടല്ലോ. ഇതിലെന്താ അറിയോ? ആ പറഞ്ഞ കാര്യം പറയാം. ഇതാ, ഉസ്താദും കൊണ്ടോട്ടി തങ്ങളും 510, അത്തിപ്പറ്റ ഉസ്താദും പിന്നെ തൃപ്പനച്ചി ഉസ്താദും പിന്നെ കൊണ്ടോട്ടി തങ്ങൾ. ഇതാ, കൊണ്ടോട്ടി തക്കിയക്കൽ കുബ്ബയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് ഷാ തങ്ങൾ ഹസൻ ബസരി റഹിമുള്ളയിലേക്ക് എത്തിച്ചേരുന്ന ഷെയ്ഖ് പരമ്പരയുള്ള ഷെയ്ഖാണ്. പിന്നെയോ ഉസ്താദ് പറഞ്ഞതാണിത്. അവിടെ സിയാറത്ത് ചെയ്യാൻ ഉസ്താദ് അനുയായികളിൽ പലരോടും പറയാറുണ്ട്, മുഹമ്മദ് ഷാ തങ്ങളുടെ ത്വരീഖത്ത് ശരിയായ ത്വരീഖത്താണെന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഉറൂസ് സമയത്ത് സിയാറത്തിന് പോകാൻ പ്രത്യേകം നിർദ്ദേശിക്കുമായിരുന്നു. ഇതാണ് പച്ച നുണാന്ന് ചോരത്തിന്റെ മുമ്പിൽ കുടുങ്ങിയപ്പോൾ പറഞ്ഞത്. അപ്പൊ എന്താ? ഷിയാക്കളുടെ ആചാരങ്ങൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഒരു തങ്ങളെ അരികിലാക്കാൻ സൈഡാക്കാൻ നോക്കിയതുകൊണ്ട് തീരൂല. ഇനി അതിന്താ 514 തെക്കിയക്കൽ കുബ്ബ പള്ളിയുടെ നിർമ്മാണത്തിൽ പൂനെ, മധുര എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ കൂടാതെ ജിന്നുകളും പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ആരാ? ഉസ്താദ് പറയണം. അതിലേക്കുള്ള സൂചനയായി ഒരിക്കൽ കൊടിമരത്തിങ്കലെ പണി ഇഴഞ്ഞു നീങ്ങിയ സമയത്ത് ഉസ്താദ് പറഞ്ഞു, കൊണ്ടോട്ടിപ്പള്ളി ജിന്നുകൾ ഉണ്ടാക്കിയതാണ്, 33 ജിന്നുകൾ അവിടെയുണ്ട്, അവരെ ഞാൻ വിളിക്കണോ? മുഹമ്മദ് ഒന്നും കാണാതെ ഇറങ്ങിയതല്ല ഇതിന്.
നമ്മളെ പറ്റിയാണ് ജിന്നുകൾ എന്ന് പറയല്. ശരിക്കും അത് നല്ലോണം എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ആരാണ് ജിന്നുകളുമായി കളിക്കുന്നത്, സേവിക്കുന്നത്? അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. തൗഹീദുള്ളവരെ അങ്ങനെ വേദനിപ്പിച്ചതിൻ്റെ അനന്തര ഫലാണ് ഇതൊക്കെ. അപ്പോ ഇതെന്തല്ല, കളവ് എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റൂല. തള്ളുകയാണെങ്കിൽ ആശയപരമായി ഞങ്ങളൊക്കെ ഒന്നാണ് എന്ന് ഇരു സമസ്തയും പറയുന്നു. അപ്പോ ഈ ആശംസ കൊടുത്ത ഉസ്താദുമാരെ വിധി എന്താണ്? ഇവരൊക്കെ തള്ളുവോ? ഇനി അതുകൊണ്ട് തീർന്നില്ല. ഇവിടെ ഷിയായിസം അതാണല്ലോ, ഷിയായിസാണല്ലോ. ഇപ്പൊ ഈ പുസ്തകത്തിൽ പ്രത്യേകം അഹ്ലു ഖസാഇ എന്ന ഒരു അധ്യായം തന്നെ കാണാം. എന്താണ്? ഷിയാക്കൾ അവർക്ക് വളരെ ആദരവോടെ ബഹുമാനത്തോടെ പരിധി വിട്ടുകൊണ്ട് അവർ കൊണ്ടു നടക്കുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവി, അവർക്കൊക്കെ ഇസ്ലാം പഠിപ്പിക്കാത്ത അത്രയും അതിരുവിട്ട കാര്യങ്ങളും വാദങ്ങളും ഒക്കെ അവരെ പേരിൽ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു അധ്യായം തന്നെ ഇവിടെ ഉണ്ട് ഈ കിതാബിൽ. അപ്പോൾ ഇപ്പോഴും സമസ്ത ഉസ്താദുമാരുടെ അടുത്ത് ഷിയായിസ് ഉണ്ട്, അതന്നെ ഉള്ളൂ. ഇനിയോ അവിടുത്തെ കൊടിമരത്തിൽ ആ കവിത പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. തെളിവുകൾ ഇഷ്ടം പോലെയാണ്. അപ്പോ അങ്ങനെ കൊണ്ടോട്ടി തങ്ങളെ ഫത്വ കൊടുത്ത് ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ തീരുകയില്ല. ആ അഹ്ലുസുന്ന എന്ന പാരമ്പര്യം അവിടെ പൊളിയുകയാണ്. ഇനി ഇതേതാ? കൊണ്ടോട്ടി തങ്ങൾ എന്ന പേരിൽ ഉമർ മധുവായ് എഴുതിയ ഒരു പുസ്തകമാണ്. ഉമർ മധുവായ് കൊണ്ടോട്ടിയിലുള്ള ഒരാളാണ് ഉമർ മധുവായ്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിന് ആരൊക്കെയാണ് പോരിശ കൊടുത്തത്? അതിന് അവതാരിക കൊടുത്ത ഉസ്താദുമാരൊക്കെയാണ്? അതിന് അവതാരിക കൊടുത്തത് 1 സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ പാണക്കാട്, 2 പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, ഇങ്ങനെയുള്ള ഉസ്താദുമാർ, ഏലംകുളം ബാപ്പു മുസ്ലിയാർ, സയ്യിദ് നാസർ അബ്ദുല്ലാഹി ശിഹാബ് തങ്ങൾ, ഡോക്ടർ കെ സയ്യിദ് അലി ഫൈസി. ഇതെന്താ അറിയോ? കൊണ്ടോട്ടി തങ്ങൾ സമസ്ത അംഗീകരിക്കുന്ന ആൾ തന്നെയാണ് തെളിയിക്കുന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ ഉപരി തള്ളുന്നുണ്ട്. ഏത് പുസ്തകം എഴുതിയിട്ടും കാര്യമില്ല. അപ്പൊ ഈ ആശംസ കൊടുത്ത ഉസ്താദുമാരൊക്കെ എന്താ ചെയ്യുക? അതിനാണ് സമൂഹത്തോട് ഉത്തരം പറയേണ്ടത്. നിങ്ങൾ കൊണ്ടു നടന്ന അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞ പാരമ്പര്യം നിങ്ങൾ തന്നെ തകർത്ത് കളയുകയാണ്. ആ പാരമ്പര്യം അഹ്ലുസുന്ന എന്ന നിങ്ങൾ ഉപയോഗിച്ചത്, ആ പ്രയോഗിച്ചത് പൊള്ളയാണ്, വൃത്യമാണ്. പ്രമാണങ്ങൾ പഠിപ്പിച്ച അഹ്ലുസുന്നയല്ല. ഉസ്താദുമാർ കേൾക്കാനാണ് ഇത്ര ഗൗരവത്തിൽ പറയണത്. ഇനി ഇതോ ഉസ്താദുമാർ നടപ്പിലാക്കിയ അൽ മഹദറത്തുൽ ബദരിയ. സാധാരണക്കാരെ ശ്രദ്ധിക്കണം. പള്ളിയിൽ കൂടിയിരുന്ന്, മദ്രസകളിൽ കൂടിയിരുന്ന് ആ അൽ മഹദറത്തുൽ ബദരിയ സദസ്സിൽ പങ്കെടുക്കുമ്പോൾ എന്താ അതിന്റെ അപകടം ആലോചിക്കണം. എന്താണ് ഇതിന്റെ അവസാനത്തിൽ കാണാ? ആ ഷിയാക്കളെ വിശ്വാസം വാഹിലിൽ ഖസായി വഅസ്വാജി നബിയിക വൽ ഖറാബതി വാഹിലിൽ ബൈത്തി അജ്മഈൻ. അഹ്ലുൽ ഖസായിനെ പ്രത്യേകം വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇതാരാണ്? അൽ മഹദറത്തുൽ ബദരിയ യസ്വൈസ് ഇറക്കിയ ബുക്ക് ഇതാണ്. അപ്പോ ഷിയായിസം ഇപ്പോഴും ഇവിടെ ഉണ്ടോ ഇല്ലേ? അത് ഒരു ഫത്വ കൊണ്ട് തള്ളിക്കളഞ്ഞാൽ തീരോ ഇല്ലേ? സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം. ഇനി കഴിഞ്ഞില്ല, അടുത്തത് അൽ മൗലിദുൻ നൂരി ലിൽ ഗൗസിൽ മദവൂരി. ഇൻഷാ അല്ലാഹ് ഈ കിതാബിന്റെ ഒരു പ്രധാന കാര്യം കാണിക്കാണ്ട്. ഇതിലും എന്താ ഉള്ളത്? ഇതാരാ? കാന്തപുരം മുസ്ലിയാർ അവതാരിക എഴുതി കൊടുത്ത പുസ്തകം. അത് CM മടവൂരിന്റെ പോരിശ പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തിന്റെ അവസാനത്തിലും അഹ്ലുൽ ഖസായിനെ പ്രത്യേകം പ്രശംസിക്കുന്നു. അപ്പൊ ചുരുക്കത്തിൽ അഹ്ലുസുന്നയല്ല കയ്യിലുള്ളത്, തീർത്തും എന്താണ്? ഈ ഷിയായിസവും അതുപോലെ തന്നെ സൂഫിസവും ബറേൽവിസവുമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വഅലല്ലാഹി ഖസ്ദുസ് സബീൽ, നേർമാർഗം കാണിക്കുന്നവൻ അല്ലാഹുവാണ്. വമിൻഹാ ജായിറുൻ, അതിൽ നിന്ന് തെറ്റിപ്പോകുന്ന, ചാഞ്ഞു പോകുന്ന, ചെരിഞ്ഞു പോകുന്ന ആളുകളുണ്ടാകും. സഹോദരങ്ങളെ പേടിക്കണം. പിഴച്ചു പോകാൻ എളുപ്പ, തെറ്റിപ്പോകാൻ എളുപ്പ. പക്ഷേ ശരിയിലേക്ക് മടങ്ങി വരിക എന്നത് അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഇനി 4-മത്തെ കാര്യം എന്താ? മുഅ്ജിസത്ത് കറാമത്ത് അത് പരിധിയുണ്ടോ ഇല്ലയോ എന്ന തർക്കമാണ് ഇപ്പോൾ. ഇതുവരെ ഒരു തർക്കം ഉണ്ടായില്ല. ഒരു നൂറ്റാണ്ട് വരെ ഒരു തർക്കമല്ല. എന്ത്? ഒരു പരിധിയില്ല. എന്തും ഏതും എങ്ങനെയും എപ്പോഴും എവിടുന്നും ചെയ്യാൻ സാധിക്കും. അങ്ങനെയിരുന്നു. പക്ഷേ ഉലമാ സമ്മേളനം വന്നതോടുകൂടി എന്തായി? പരിധി വെക്കപ്പെട്ടു. എന്തും പറയാൻ പറ്റൂല. കൊടുത്ത കഴിവാണെങ്കിൽ പിന്നെന്താ പ്രശ്നം?
ലോകവും നിയന്ത്രിച്ചൂടെ, മരിപ്പിച്ചൂടെ, ജീവിപ്പിച്ചൂടെ, എന്തോ ആയിക്കൂടെ, കൊടുത്ത കഴിവല്ലേ, എങ്ങനെ എപ്പോഴും ഉപയോഗിക്കാലോ. പക്ഷേ മുഖാമുഖങ്ങളിൽ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നപ്പോ നന്നായി വിയർത്തുപോയി. നോക്കൂ, നിങ്ങളൊരു സഖാവി പറയുന്നു കേൾക്കട്ടെ. ശരിയായ പണ്ഡിതന്മാർ അലാ അന്നഹു യഖഉ മിനൽ ഔലിയാഇ ബിഖസ്ദിൻ വബിഗൈരി ഖസ്ദിൻ ഉമൂറൻ ഖാരിഖത്തുൽ ലിൽ ആദതി, സാധാരണയ്ക്ക് വിപരീതമായ അത്ഭുതങ്ങൾ, കറാമത്തുകൾ, മോചിതത്തുകൾ അവരുടെ ഇഖ്തിയാർ അവർ ഉദ്ദേശിക്കുമ്പോഴും ഉണ്ടാകും, ഉദ്ദേശിക്കാതെയും ഉണ്ടാകും. അപ്പൊ നമുക്ക് സാധാരണ കാര്യങ്ങൾ ഉണ്ടാകുന്നത് പോലെ മഹാന്മാർക്ക് അസാധാരണ കാര്യങ്ങൾ ഉണ്ടാകും. ആ കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എത്രയാണോ കൊടുക്കുന്നത് അത്രയുണ്ടാകും. അത് ഭൂമിയിലാണോ, ആകാശത്താണോ, പിന്നെ ലൗഹിലാണോ, കലമിലാണോ, ആകാശത്താണോ, ഭൂമിയിലാണോ, ദുനിയാവിലാണോ, ആഖിറത്തിലാണോ എന്ന ഒരു പരിധി നിശ്ചയിക്കാൻ നമുക്കാർക്കും അധികാരമില്ല. ഇത് മുഖാമുഖത്തിൽ ചോദ്യം വന്നപ്പോൾ പെട്ടതാണ്. അപ്പൊ നമ്മൾ ഉലമാ സമ്മേളനം എന്താ ചെയ്യുക? ഉലമാ സമ്മേളനം വിളിച്ചുകൂട്ടി അലവി സഖാഫി അടക്കമുള്ളവർ വിശദീകരിച്ചത് എന്താ ചെയ്യുക? അതാ തെളിയേണ്ടത്. ഒരു ഭാഗത്ത് വിശദീകരിക്കുന്നു, മറുഭാഗത്ത് രക്ഷപ്പെടാൻ മറുപടി പറയുന്നു. ഇപ്പൊ എന്താ ഉണ്ടായത്? പേരോട് ഉസ്താദും അതേപോലെ തന്നെ അലവി സഖാഫിയും ഒക്കെ ഉലമാ സമ്മേളനം നടത്തി ഒരു ഭാഗത്ത്, പിന്നെയോ കാന്തപുരം ഉസ്താദ് മറുഭാഗത്ത്. എന്താണെന്നറിയോ? പഴയ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് കാന്തപുരം ഉസ്താദുകൾ, കാന്തപുരം മുസ്ലിയാർ. ഇത് ഷെയ്ഖുൽ മശായിഖ് CM വലിയുള്ള. ഇതിന്റെ ബേക്കിൽ കാണാം കാന്തപുരം മുസ്ലിയാർ പേര് നിർദ്ദേശിച്ചു കൊടുക്കുകയാണ് ഈ പുസ്തകത്തിന്. എന്താ ഇതിൽ പറയണറിയോ? അപ്പോൾ നബിമാരിൽ നിന്ന് അസാധാരണ സംഭവങ്ങൾ, അതായത് അത്ഭുതങ്ങൾ വെളിവാകുന്നത് പോലെ ഔലിയാക്കളിൽ നിന്നും വെളിവാകും. മതപരമായ ഒരു തടസ്സവും അതിനില്ല. ഔലിയാക്കളിൽ നിന്ന് ഇന്ന അസാധാരണ സംഭവം മാത്രമേ ഉണ്ടാകാവൂ, ഇന്നത് ഉണ്ടായിക്കൂടാ എന്ന് പരിനിശ്ചയിക്കാൻ നമുക്ക് കഴിയുകയില്ല. ഏതു നിലയിൽ കൂടിയുള്ള അസാധാരണ സംഭവങ്ങളും അവർ കാരണമായി ഉണ്ടാകും. ഇതാരാണ്? കാന്തപുരം മുസ്ലിയാർ. ഈ ഉലമാ സമ്മേളനം പേരോട് മുസ്ലിയാർ. ഇനി പൊന്മള മുസ്ലിയാർ ഫത്താവ മൊഹീസുനിൽ പറഞ്ഞതോ യഥേഷ്ടം കൊടുത്തു. യഥേഷ്ടം കൊടുത്തു പറഞ്ഞാൽ പരിധി വെക്കാൻ പറ്റൂല. അപ്പൊ ആരാ പരിധി വെച്ചത്? ഉസ്താദുമാർ പരിധി വെക്കുന്നു. അതാണ് പറഞ്ഞത്, കൊടുത്ത കഴിവ് എന്ന ഒരു വാദമുണ്ടാക്കി മോചിതത്തും കറാമത്തും എന്തിനും ഏതിനും അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നത് ഇതിലൂടെ പൊളിഞ്ഞു പോവുകയാണ്. നിങ്ങൾ തന്നെ പൊളിക്കുകയാണ്. ഇനി അത് മാത്രമല്ല, അങ്ങനെ വരുമ്പോൾ മൊഹീദ്ദീൻ മാലയിൽ നമ്മൾ ചോദിച്ചു, മൊഹീദ്ദീൻ മാലയിൽ അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ പ്രതിയാക്കപ്പെട്ടു മൊഹീദ്ദീൻ മാലയിൽ? ഇത്രയും കാലം ഈ മൊഹീദ്ദീൻ മാലയിലുള്ളത് ശരിയാണെന്ന് കരുതി സാധാരണക്കാർ ചൊല്ലിയില്ലേ? മുസ്ലിയാക്കന്മാർ ചൊല്ലിപ്പിച്ചില്ലേ? ഇത് മനപ്പാടമാക്കിച്ചില്ലേ? എന്താ ഇതിലുള്ളത്? ജിന്നിനും ഇൻസിനും മറ്റു മലക്കിനും ഞാൻ ഇവയെല്ലാവർക്കും മെയ്യേ ശൈഖെന്നോവർ. ജിന്നിനി മലക്കിനി ഒക്കെ മനുഷ്യന് എല്ലാരെയും കീഴ്പ്പെടുത്തി നിൽക്കുന്നൊരു വലിയാണ് ഞാൻ. ഇതെങ്ങനെ മനുഷ്യന്റെ ബുദ്ധിക്ക് യോജിക്കുക? എങ്ങനെ യോജിക്കുക? എന്താ തെളിവ്? എന്നാ പരിധി വെക്കാൻ പറ്റുമോ? കൊടുത്ത കഴിവല്ലേ. അതാണ് നിങ്ങളെ തന്നെ പൊളിച്ചിരിക്കുന്നു. ഭൂമി ഉരുണ്ട് പോൽ എൻ കയ്യിലെന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചൂവടെന്നോവർ. ഭൂമി ഉരുണ്ട പോലെ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ കയ്യിൽ. അപ്പൊ ഈ ഷെയ്ഖ് എവിടെ ഉണ്ടാകുക? അതിനുത്തരല്ല, ചോദിക്കാൻ പാടില്ല. കൊടുത്ത കഴിവാണ്. അവ പരിധി വെക്കാൻ പാടില്ല. പരിധി വെച്ചു, അത് പറയാൻ പാടില്ല, ഇത് പറയാൻ പാടില്ല. എന്താ മൊഹീദ്ദീൻ മാല ചെയ്യാ? പിന്നെയോ കഅബാനെ ചുറ്റുവാൻ കുത്തുബാണോരെല്ലാരും കഅബൻ തവാഫെന്നെ താൻ ചെയ്യുമെന്നോവർ. കഅബ ഇങ്ങോട്ട് തവാഫ് ചെയ്യാ, നേരത്തെ റിഫായി ഷെയ്ഖിന്റെ കാര്യം പറഞ്ഞ പോലെ. പിന്നെയോ എല്ലായിലും മേലെ അർശിങ്കൽ ചെന്നോവർ, എൻ്റെ കണ്ണെപ്പോഴും ലൗഹീലതെന്നോവർ. അതാണ് ഇപ്പൊ ആ സഖാഫി നേരത്തെ പറഞ്ഞത്. ലൗഹീലുള്ളതൊക്കെ കാണും. പക്ഷേ പേരോട് ഉസ്താദും കൂട്ടരും പറയുന്നു അങ്ങനൊന്നും പറയാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞാൽ അതെന്താകും? ആകെ ജനങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാകും. ഇനി അത് മാത്രമല്ല, ഏറ്റവും അപകടകരമായി മോഴ്സത്ത് കറാമത്തിന്റെ പേരിൽ സമൂഹത്തെ പഠിപ്പിച്ചൊരു കാര്യം എന്താ അറിയോ? ജീലാനിയും പാതിരിയും തമ്മിലുള്ള പ്രശ്നം എന്താണ്? ജീലാനി ശൈഖ് പറഞ്ഞുവത്രേ, കുംബിദിനി, എൻ്റെ അനുമതിയോടുകൂടി ഞാനിതാ ഈ മരിച്ചതിനെ ജീവിപ്പിക്കും, നീ മുസ്ലിമാകുമോ? അങ്ങനെ ജീവിപ്പിച്ചു.
ആ പാതിരി മുസ്ലിമായി. ഇതെവിടേക്കെന്നറിയോ? ഇത് സുന്നത്ത് മാസികയിൽ, അതുപോലെ തന്നെ പിന്നെ റിസാല വാരികയിൽ, ഇങ്ങനെ തുടങ്ങി പൂങ്കാവനം മാസികയിൽ എത്ര, അതുപോലെ ഖസുൽ ഔലിയ പലതിലും വന്നു. അതിൽ മാത്രമല്ല, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, മനസ്സിലാക്കണം, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതിയ കുത്തുബിയത്തിൽ പോലും ഇതുണ്ട്. ആ കുത്തുബിയത്തിൽ പോലും കുംബി ഇതിനി എന്ന വരി കൊടുത്ത് തന്നെ ആരെഴുതിയിട്ടുണ്ട്? പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആരാ? സമസ്തയുടെ സ്ഥാപക നേതാവാണ്. അപ്പോ ഇനി പറയണം, ഈ വിശ്വാസപ്രകാരം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വിധി എന്താണ്? അതേപോലെ ഈ മാസികയിൽ എഴുതി പിടിച്ച് പഠിപ്പിച്ചവരുടെ വിധി എന്താണ്? പറഞ്ഞു കൊടുക്കണം. എത്ര ഞങ്ങൾ ചോദിച്ചു. മുജാഹിദുകൾ പുത്തൻവാദികളാണ്, പിഴച്ചവരാണ്, പ്രമാണങ്ങളില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് കൂക്കി വിളിച്ച് പ്രയാസപ്പെടുത്തി എന്നല്ലാതെ ഉത്തരം പറഞ്ഞോ? ഇല്ല സഹോദരങ്ങളെ. ഇതാണ് ഒരു നൂറ്റാണ്ടായപ്പോഴേക്ക് എല്ലാം തച്ച് പൊളിച്ച് ഒരു ഭാഗത്തേക്ക് ഇടുകയാണ്. അപ്പോൾ ആ മുഅ്ജിസത്ത് കറാമത്തിൻ്റെ പേരിലുള്ള കാര്യങ്ങൾ കൊടുത്ത കഴിവ് എന്ന നിലക്ക് അതിന് പരിധിയുണ്ടോ, പരിധി വെക്കണോ ഇല്ലയോ എന്നൊക്കെയുള്ള ചർച്ചയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണ്? പ്രമാണ വക്രീകരണം നടത്തി, എന്തിനും ന്യായം കണ്ടെത്തി. അതുവരെ ഓരോ സൂഫികൾ എഴുതി പിടിപ്പിച്ച കിതാബുകൾ, അവിടെ പിന്നെ നബ്ഹാനി അങ്ങനെ പറഞ്ഞു, ഹല്ലാജി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയുള്ള വായനകൾ മാത്രമായിരുന്നു. ഇപ്പം എന്താ ഉണ്ടായത്? ഓരോന്നിനും ആയത്ത് വരാൻ തുടങ്ങി. എന്ത് ആയത്ത് വരാൻ കാരണം? ഇത് പിടുത്തം വിട്ടു പോകുകയാണ്. പിടുത്തം വിട്ടു പോകുന്നു എന്ന് കണ്ടപ്പോ ആയത്തുകൾ ഓതുക, ഇതാ ഖുർആൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് പറ്റൂല. എന്താണ് സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ കാട്ടിയത്? ആദ്യം വസ്അൽ മൻ അർസൽന എന്ന ആയത്തോതിയിട്ട്, തൗഹീദ് പഠിപ്പിക്കുന്ന ആയത്തോതിയിട്ട് ഷിർക്ക് സ്ഥാപിച്ചു. എന്താ ഷിർക്ക്? അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ ആയത്തുണ്ട് എന്ന് തൗഹീദിന്റെ ആയത്ത് ഷിർക്കിനെ തെളിവാക്കി. ഇപ്പോൾ ആദർശ തകർച്ച നേരിടുന്ന ഉസ്താദുമാരെ, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഈ ആയത്ത് എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? കൊടുത്ത കഴിവ് എന്ന ഒരു വാദമുണ്ടാക്കി പ്രാർത്ഥനയും ഇസ്തിഗാസയും ഔലിയാക്കളോടും അമ്പിയാക്കളോടും സ്വാലിഹീങ്ങളോടും നടത്താൻ വേണ്ടിയല്ലേ ആയത്ത് ദുർവ്യാഖ്യാനിച്ചത്? ഇപ്പം അത് പൊളിഞ്ഞു, നിങ്ങൾ പൊളിച്ചു. അപ്പൊ ഈ ആയത്ത് എന്താ ചെയ്യാ? ഫൽ മുദബ്ബിറാത്തി അംറ എന്ന സൂറത്തു നാസിയാത്തിൽ ആയത്തോറിയിട്ട് ആയത്തിന്റെ ആശയത്തെയും അതിന്റെ പദങ്ങളെയും കാന്തപുരം മുസ്ലിയാർ ദുർവ്യാഖ്യാനിച്ചു. എന്തിന്? CM മടവൂർ ലോകം മുഴുക്കെ നിയന്ത്രിക്കുന്നു എന്ന് പഠിപ്പിക്കാൻ. എന്താ അതിന്റെ വിധി? കൊടുത്ത കഴിവിനകത്താണോ പുറത്താണോ പറയണം. മുഹയ്യിദ്ദീൻ ശൈഖിനോടും ബദരീങ്ങളോടുമൊക്കെ പ്രാർത്ഥന അനുവദനീയമാണ് എന്ന ഫത്വ കൊടുക്കാൻ ഫതാവ മുഹയ്യിസുന്ന എന്ന പുസ്തകത്തിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഓതി ആയത്തേതാ? ഇന്നമാ വലിയുക്കുമുള്ള എന്ന ആയത്ത്. എന്താണ് ആയത്തിന്റെ വിധി? ആ ആയത്ത് ഷിയാക്കൾ അലി റളിയല്ലാഹു അൻഹുവിനെ മുദബ്ബിറാക്കാൻ വേണ്ടി ആദ്യം ഓതിയ ആയത്താണ്. മുദബ്ബിറാക്കാൻ വേണ്ടി ഓതിയ ആയത്താണ്. ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്ത് ഷിയാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുദബ്ബിറാക്കാൻ വേണ്ടി അവരുടെ ഇമാമുകൾ ലോകം നിയന്ത്രിക്കാൻ കഴിവുള്ളവരാണ്, അതിന് തെളിവാക്കി ദുർവ്യാഖ്യാനിച്ച ആയത്താണ്. ഇന്ന് ആയത്തുകൾ ഇങ്ങനെ ഓതിയിട്ട് തെറ്റുതിരുത്തുന്നു, ചോദ്യം ചെയ്യുന്നു. എന്തൊക്കെയാണ്? അപ്പൊ സഹോദരങ്ങളെ, പ്രമാണ വക്രീകരണം നടത്തി ന്യായം കണ്ടെത്തുകയാണ്. ഇനി ആറാമത്തതോ, ശിർക്കിലകപ്പെട്ട് പരസ്പരം ആരോപണങ്ങളും ആക്ഷേപങ്ങളുമായി കഴിയുകയാണ്. എന്തായിരുന്നു സമസ്ത ഉസ്താദുമാർ മുസ്ലിയാക്കന്മാർ പഠിപ്പിച്ച വിശ്വാസം? എന്തായിരുന്നു വിശ്വാസം? രോഗം മാറ്റാൻ ഷെയ്ഖിന് കഴിയും, അല്ലേ? പ്രവാചകന് കഴിയും, സ്വാലിഹീങ്ങൾക്ക് കഴിയും. അതല്ലേ? കേട്ടോളൂ, ആ വാറൊന്ന് കേൾക്കുക ആദ്യം. തീർത്തു കൊടുക്കണേ, അള്ളാഹുവേ ആ രോഗം മാറ്റി കൊടുക്കണേ. അങ്ങനെ ഷെയ്ഖുന പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഷെയ്ഖുനായുടെ ഈ ഉയർന്ന സ്റ്റേജിലേക്ക് എത്തിയ ശേഷം ഷെയ്ഖുന വാക്ക് പറയാനേ ഇല്ല. ഷെയ്ഖുന പറയാറ് ഞാനത് മാറ്റിയിരിക്കും, അള്ളാഹുവെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല. കേട്ടല്ലോ, ആ ഉയർന്ന സ്റ്റേജിലേക്ക് എത്തിയപ്പോ അള്ളാഹുവെ മാറ്റി കൊടുക്കണേ എന്ന് പറയില്ല, ഞാൻ മാറ്റിയിരിക്കുന്നു, അത് വേണ്ട. ഒക്കെ നേരിട്ട് ചികിത്സ, നേരിട്ടാണ്. എന്തേ? ഇതിന്റെ മാനദണ്ഡം എന്താ? അതിന് കഴിവ് കൊടുത്തിട്ടുണ്ട്. എന്തിനും കഴിയും, ഏതിനും കഴിയും. അത് വേണ്ട, ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ ഒക്കെ തീരുമാനാകുന്നതാണ്. ഇത്
പോരിശയായി എഴുതിയ മൗലിദിലുണ്ട്. എന്നാൽ മുഖാമുഖങ്ങളിൽ തുടരെ ചോദ്യങ്ങളും വിചാരണയും ഉണ്ടായപ്പോൾ ഒന്ന് മാറ്റിപ്പിടിച്ചു. എന്ത്? നിമിത്തം. അവർ നിമിത്തമായി മാറ്റും, അവർ കാരണമായി മാറ്റും. കേട്ടോളൂ. അത് വിശദീകരിച്ചു. ഞാൻ രോഗിയായാൽ സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണ്. ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അപ്പോ യഥാർത്ഥത്തിൽ സുഖപ്പെടുത്തുന്നവൻ, യഥാർത്ഥത്തിൽ സഹായം നൽകുന്നവൻ അല്ലാഹുവാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച് മറ്റുള്ളവരൊക്കെ അതിന് നിമിത്തമാണ് എന്ന അർത്ഥത്തിലാണെങ്കിൽ ആ പദപ്രയോഗം കൊണ്ട് ഒരു പ്രശ്നമില്ല. നമ്മൾ അങ്ങനെ പറയുന്നവരാണ്. അപ്പൊ എവിടുന്നാ നിമിത്തം കിട്ടിയത്? കുടുങ്ങിയപ്പോ കിട്ടി. വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ എത്ര സുന്ദരമായിട്ടാണ് പരിചയപ്പെടുത്തിയത്. എത്ര തവണ ഞങ്ങൾ ഓതിയിട്ടുണ്ട്, എത്ര തവണ കേൾപ്പിച്ചിട്ടുണ്ട്, എത്ര തവണ വിശദീകരിച്ചിട്ടുണ്ട്. എന്തേ നിങ്ങൾക്ക് ആ ആയത്ത് ഏറ്റുപിടിക്കാനും ആ വിശ്വാസത്തിലേക്ക് വരാനും നിങ്ങൾ കുടുങ്ങിയ നിമിഷം വരെ സാധിക്കാതെ പോയത്? കുടുങ്ങിയപ്പോ വൈദാമരിൽതു ഫഹുവ യശ്ഫീൻ. അല്ലാത്തുമ്പോഴോ മാറ്റിയിരിക്കുന്നു, അത് വേണ്ട ഇത് വേണ്ട. ഈ മാറ്റത്തെയാണ് സഹോദരങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. നിസാരമല്ല, ഇത് വിശ്വാസ മേഖലയാണ്. ഒരു സാമൂഹ്യ പ്രശ്നമുണ്ടായാൽ പോലും നാം അതിനെ ചെറുതായി നിസാരമായി കാണാറില്ല. ഒരുപാട് സമയമെടുത്ത് ചർച്ചകൾ നടത്തി, സംഭാഷണങ്ങൾ നടത്തി നമ്മൾ പരിഹരിക്കാറുണ്ട്. ഇത് മതപരമായ പ്രശ്നമാണ്, വിശ്വാസ പ്രശ്നമാണ്, പരലോകം നഷ്ടപ്പെടുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് സാഗൂതം ശ്രദ്ധിക്കണം, ആത്മാർത്ഥമായി കേൾക്കണം, ചോദിക്കണം ഉസ്താദുമാരോട് ഈ മാറ്റത്തിന്റെ മാനദണ്ഡം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചോ? ഒരു കൊടുത്ത കഴിവുണ്ടായിരുന്നെങ്കിൽ എനിക്കിതാ എന്തിനും കഴിവ് തന്നിരിക്കുന്നു, അതിനാൽ ഞാൻ മാറ്റിയിരിക്കുന്നു, ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണോ? അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഗ്സ എന്നല്ലേ പ്രാർത്ഥിച്ചത്? ലാ ബഗ്സ് തുഹൂർ ഇൻഷാ അല്ലാഹ് എന്നല്ലേ പഠിപ്പിച്ചത്? എന്തേ സഹോദരങ്ങളെ ഇത്രയും കാലം, ഒരു നൂറ്റാണ്ടുകാലം അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോയത്? കൊടുത്ത കഴിവ്, പരിധിയില്ല, എന്തിനും കഴിയും, അതാണ് പ്രശ്നം. അപ്പോ ആ നിലക്ക് ഇപ്പോ ആരാണ് ഷിർക്കില്, ആരാണ് കുഫറില് എന്ന നിലക്കാണ്. പകര അഹ്സനി ഇതുവരെ ഒന്നും തിരുത്തിയിട്ടില്ല. പ്ലെയിനുകൾ കൂട്ടിയിടിക്കൽ മൂപ്പര് പറഞ്ഞതാണ്. അതേപോലെ എല്ലാം നിരീക്ഷിക്കാണ്, ലോഹിലും വാനലോകത്തൊക്കെ ഉള്ള നിരീക്ഷിക്കാണ്, തിരുത്തിയിട്ടില്ല. ഇത് തിരുത്തിയിട്ടില്ല, സങ്കടത്തിലാണ്. ഇനി തീർന്നില്ല. നോക്കൂ നിങ്ങൾ, മാലപ്പാട്ടിലുള്ള മാലക്കഥകളിലുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനെയും ഉസ്താദുമാർ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. കണ്ടോളൂ. വഹാബികൾ ചോദിക്കുന്ന ചോദ്യം വന്നില്ലേ സുന്നത്ത് ജമാഅത്തിന്റെ സ്റ്റേജിൽ? വിമാനമൊക്കെ എങ്ങനെ നിയന്ത്രിക്കുന്നത് മടവൂർ ഷെയ്ഖാണെന്ന് പറഞ്ഞാൽ, അപ്പൊ മടവൂർ ഷെയ്ഖ് ജനിക്കുന്നതിന് മുമ്പില്ലായിരുന്നോ ഇതൊക്കെ എന്ന് വഹാബികൾ ചോദിക്കൂലേ എന്ന് ചോദിച്ചില്ലേ? അങ്ങനെയാണോ സുന്നത്ത് ജമാഅത്തിന്റെ വേദിയിൽ ചോദിക്കേണ്ടത്? അത് മുമ്പും ചോദിക്കാൻ അവസരമില്ലായിരുന്നോ? മുഹിദ്ദിമാരില്ലേ, ഭൂമിയോരുണ്ട് പോൽ എൻ കയ്യിലെന്നോവർ, ഭൂമിയാതൊക്കെയും ഒരു ചുമടെന്നോവർ. ഭൂമിയോരുണ്ട പോലെ എൻ കയ്യിലെന്നോവർ ഔസുല്ലാദം പറഞ്ഞ വാചകമായിട്ട് മുഹിദ്ദിമാലയില് നമുക്ക് മലയാളികൾക്കൊക്കെ തിരിയുന്ന രൂപത്തിലല്ലേ പാടണത്? അപ്പൊ ഭൂമിയോരുണ്ട പോലെ എൻ കയ്യിലെന്നോവർ എന്ന് പറയുമ്പോൾ വഹാബി ചോദിക്കൂലേ, അപ്പൊ മുഹിദ്ദീൻ ഷേഖ് എനിക്കിടയിൽ മുമ്പ് ഭൂമി ആരുടെ കയ്യിലായിരുന്നു എന്ന് ചോദിക്കൂലേ? അപ്പൊ വഹാബി ചോദിക്കുന്നു എന്നതുകൊണ്ട് മുഹിദ്ദിമാരെ ആ വരി പാടരുത് നമ്മൾ പറഞ്ഞിനോ? പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അങ്ങനെ പഠിപ്പിച്ചിരുന്നോ? ഇ കെ ഹസൻ മുസ്ലിയാർ അങ്ങനെ പഠിപ്പിച്ചോ? റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ അങ്ങനെ പഠിപ്പിച്ചോ? നമ്മള് സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയല്ലേ. കണ്ടോ, ഉസ്താദുമാരെ സങ്കടാണ് ഉലമാ സമ്മേളനം വന്നതോടെ. അതാണ് ഈ ഉലമാ സമ്മേളനം നല്ല ഒരു മുറുക്കലാണ് മുറുക്കിയത്, നല്ല ഒരു കെണിയിലാണ് പെടുത്തിയത്. ഇനി ഒന്നുകിൽ പഴയതിലേക്ക് തന്നെ പോകുക, അല്ലെങ്കിൽ ഉലമാ സമ്മേളനം ഒരു ഭീമാബദ്ധമായിരുന്നു എന്ന് അംഗീകരിക്കുക. അത്രേ പറ്റുള്ളൂ. അല്ലാതെ ഇത് ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ പരസ്യ പാട്ടാണ്, ഇതൊക്കെ പാട്ടാണ്. എവിടേക്കാ ഒളിപ്പിച്ചു വെക്കുക? എന്താ സഹോദരങ്ങളെ ഒരൊറ്റ മുഖാമുഖങ്ങളിലും ഈ കാര്യം ഉന്നയിക്കാത്തത്, പറയാത്തത്? എന്താ വിഷയാവതരണങ്ങളിൽ വരാത്തത്?
എന്താണ്? ഇതാ ഉലമാ സമ്മേളനത്തിന്റെ പേരിൽ സംശയമുണ്ടായിട്ടുണ്ട്, നമുക്കത് ദൂരീകരിക്കണം. എന്താ ചോദിക്കാത്തത്? ഇതുമ നല്ലോണം കുടുങ്ങിയിട്ടുണ്ട്. അതാണ് മൊഹീദ്ദീമാല തീരുമാനായി. മനസ്സിലായുണ്ടോ? EK ഹസൻ മുസ്ലിയാർ, അബൂബക്കർ മുസ്ലിയാർ, അങ്ങനെയുള്ള ഉസ്താദുമാരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് സഖാഫികൾ തന്നെ സഖാഫികളോട് ചോദിക്കുന്നത്. അബൂബക്കർ സഖാഫിയാണ്. ആരോടെ ചോദിക്കുന്നത്? അലവി സഖാഫിയോട്, പേരോട് സഖാഫിയോട്, സുലൈമാൻ സഖാഫിയോട് ഉത്തരം പറഞ്ഞു കൊടുക്കണം. അതാണ്. അപ്പൊ ആ നിലക്കാണ് ഈ കാര്യങ്ങൾ ഈ രൂപത്തിലൊക്കെ പറഞ്ഞ് വിശദീകരിച്ചു തരുന്നത്. ഇനിയോ സ്വമതീയത്വവാദം, അതിപ്പോ തിരിച്ചടിയാകുകയാണ്. ആ സ്വമതീയത്വവാദം തിരിച്ചടിയായതിലൂടെ തകർന്നു. മണ്ണാർക്കാട് വെച്ച് തകർക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആ വാദം ഉണ്ടായിട്ടില്ല. പക്ഷേ സുലൈമാൻ സഖാഫിയുടെ കിതാബിൽ ഇപ്പോഴും അതുണ്ട്. സ്വമതീയത്ത് കൽപ്പിക്കാതിരുന്നാ മതി, നമുക്ക് എന്തും കൊടുക്കാം. അങ്ങനെ കൊടുത്തു. ആർക്ക്? സാക്ഷാൽ CM മടവൂരിന് കൊടുത്തു. എന്താ കൊടുത്തത്? CM മടവൂരിന് അല്ല കാണുന്ന പോലെ കാണുക, അല്ല കേൾക്കുന്ന പോലെ കേൾക്കുക എന്നാണ് അതിൻ്റെ താല്പര്യം. ഏത്? ഔലിയാക്കളെ പറ്റി CM മടവൂരിനെ പറ്റി പറയാണ്. അല്ല കാണുന്ന പോലെ കാണുക, അല്ല കേൾക്കുന്ന പോലെ കേൾക്കുക. അപ്പോ കൊണ്ടോട്ടിയിൽ ഇതേ കാര്യം വെച്ചുകൊണ്ട് ചോദ്യം ഉണ്ടായി. എന്താ ചോദ്യം? ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, പിന്നെ CM സ്മരണിക എടുത്തു കാട്ടിയിട്ട് പറയുന്നുണ്ടല്ലോ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അലവി സഖാഫി കൊടുത്ത മറുപടി എന്താ അറിയോ? അതിന് കൊടുത്ത മറുപടി അതേ ലേഖനത്തിലുണ്ട്, അത് കൊടുത്ത കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതാ CS സ്മരണിക 39-ാമത്തെ പേജിലാണ്. എന്താണ്? ഇഷ്ടദാസന്റെ കണ്ണും കാതും കാലുമൊക്കെ കയ്യുമൊക്കെ ആകുക എന്ന് പറഞ്ഞാൽ അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹിനെ പോലെ പ്രവർത്തിക്കുകയോ? ലൈസ കമിഥിലിഹി ഷൈഉൻ. വിശ്വാസികളെ കേൾക്കുക, അള്ളാഹുവിന്റെ വാക്കാണ്. ലൈസ കമിഥിലിഹി, അവനെ പോലെ ഒന്നുമില്ല. അപ്പൊ എന്താ ഉസ്താദുമാർ എഴുതിയത്? അള്ളാഹിനെ പോലെ. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സൂറത്ത് ഇഖ്ലാസ് അല്ലേ? അറിയാത്ത ആളുകളുണ്ടോ? വിശ്വാസികളെ, സഹോദരങ്ങളെ കേൾക്ക്. അള്ളാഹ്ക്ക് തുല്യരായി ആരുമില്ല. ഇതേ ലേഖനത്തിലുണ്ടത്ര എന്ത്? കൊടുത്ത കഴിവാണ്. അപ്പൊ ആ കൊടുത്ത കഴിവാ ഉലമാ സമ്മേളനം പൊളിച്ചത്. ഇതൊന്നും വിശ്വാസികളെ ബുദ്ധിക്ക് യോജിക്കൂല. ഇങ്ങനെ ഇതൊക്കെ ഉൾക്കൊള്ളാനുള്ള ബുദ്ധി അല്ല തന്നത്. സ്വരീഹുൽ അഖിൽ, നല്ല ബുദ്ധിയാണോ അവിടെ പ്രമാണങ്ങൾ കയറും. പ്രമാണങ്ങളെ അവിടെ കയറുള്ളൂ, അന്ധവിശ്വാസങ്ങൾ കയറൂല. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിങ്ങനെ തപ്പി ഒളിച്ചു പോയാൽ പോരാ, ഇത് പറയണം, ഇത് തിരുത്തണം. ഇല്ലെങ്കിലോ ഇതാണ് ഞങ്ങളുടെ ആദർശം, ഉലമാ സമ്മേളനം ഞങ്ങൾക്ക് പറ്റിയ അബദ്ധമാണ്, പിഴവാണ്, പ്രശ്നമാണ് എന്ന് പറയണം. അതാ ചെയ്യേണ്ടത്. അല്ലാതെ അങ്ങനെ ഓടിപ്പോയിട്ട് കാര്യമല്ല. ഇനി നോക്കൂ നിങ്ങൾ, അവസാനം ഇതൊക്കെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്നയുടെ നിലപാട് നമ്മൾ കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുന്നു. അതാർക്കും ചാർത്തി കൊടുക്കാൻ പാടില്ല, വകവെച്ചു കൊടുക്കാൻ പാടില്ല, അള്ളാഹ്ക്ക് തുല്യ സമന്മാരെ ഉണ്ടാക്കാൻ പാടില്ല. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ, അള്ളാഹ്ക്ക് നിങ്ങൾ സമന്മാരെ തുല്യരെ ഉണ്ടാക്കരുതേ, അത് ഖുർആൻ വിരോധിച്ച വിലക്കിയ കാര്യമാണ് എന്ന് പറയുമ്പോൾ നമ്മളെ എതിർക്കാൻ വേണ്ടി മുഖാമുഖങ്ങളിൽ അള്ളാനെ പരിഹസിക്കുക, ആ പരിഹാസം കേൾപ്പിക്കുന്നതിൽ സങ്കടമുണ്ട്, വളരെ വിഷമുണ്ട്. പക്ഷേ സമൂഹം ഇതറിയണം. ഉസ്താദുമാരുടെ വാശും വീറുമൊക്കെ അറിയണം. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ സിഫാത്തുകളെ കളിയാക്കി അള്ളാനെ തന്നെ കളിയാക്കുന്നു. കേൾക്കുക. ഇസ്തവാ അലൽ അർശ് പോലെയുള്ള പ്രയോഗങ്ങൾ, അർശിൽ ഉപവിഷ്ടരായി അർശിൽ ഇരുന്നു എന്നൊക്കെ അള്ളാഹുവെ കുറിച്ച് ഇവർ പറയാറുണ്ട്. ഇവർ പ്രതിനിധീകരിക്കുന്ന അള്ളാഹുവിലുള്ള വിശ്വാസം കയറലും ഇറങ്ങലും കയ്യും കാലും കണ്ണും നാക്കും മൂക്കും പോലെയുള്ള അവയവങ്ങളൊക്കെ സമർപ്പിച്ചുകൊണ്ട് സങ്കൽപ്പിച്ചുകൊണ്ട് ഒരു സാങ്കല്പിക പ്രതിഷ്ഠയെയാണ് ഇവർ റബ്ബ് എന്ന നിലക്ക് പറയാറുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെ, ഒരു സാങ്കല്പിക പ്രതിഷ്ഠ. നഊദു ബില്ലാഹ്. എന്താ സഹോദരങ്ങളെ ഇത്? എന്തിനെ പറ്റിയാണ് ഈ ഉസ്താദ് പറഞ്ഞത്?
വിശുദ്ധ ഖുർആൻ മറിക്കണം, ഓരോ ആയത്തുകളിലൂടെയും കണ്ണോടിക്കണം. അള്ളാഹുവിൻ്റെ ഇസ്തിവായിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ യദിനെ കുറിച്ച്, അള്ളാഹുവിൻ്റെ നോട്ടത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ എത്രയാണ് ഖുർആനിലുള്ളത്? അതിന് മുസ്ലിയാക്കന്മാരുടെ പരിഭാഷകളിൽ തന്നെ എന്താ അർത്ഥം കൊടുത്തത്? വായിക്കണം. യദ് എന്ന ഭാഗത്ത് എന്താണ് അർത്ഥം? ഇസ്തവാല അർശിനി എന്താണ് അർത്ഥം? അപ്പോ അർത്ഥം കൊടുക്കുക, എന്നിട്ട് നമ്മളെ കളിയാക്കുക, എന്നിട്ട് അള്ളാനെ ഒരു സാങ്കല്പിക പ്രതിഷ്ഠ എന്ന് പറയുക. ഇതാണ് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഉള്ള അപകടം. ഇതാണ്. അള്ളാഹു റബ്ബുൽ ആലമീനാണ്. സൂറത്തു ഫാത്തിഹയെങ്കിലും ഏറ്റവും നല്ല നിലക്കൊന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇവർക്ക് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ, തെറ്റുകൾ വിളിച്ചു പറയാൻ കഴിയൂല. അത് ആത്മാർത്ഥമായിട്ട് പഠിച്ചിക്കണമെങ്കിൽ കഴിയൂല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ, നാമങ്ങളെ, കഴിവുകളെ എങ്ങനെ മനസ്സിലാക്കണം അത് അഹ്ലുസുന്ന പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് സത്യത്തെ കളിയാക്കാൻ ഒരുങ്ങിയാൽ, സത്യത്തെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയാൽ ചെന്ന് ചാടുന്ന അപകടം ഇതാണ്. ഇതൊക്കെ നിങ്ങൾ തിരുത്തി തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങണം എന്നാണ് സഹോദരങ്ങളെ ആ വിഷയ സംബന്ധമായി പറയാനുള്ളത്. ഇനി നോക്കുക, അങ്ങനെ ഈ സമദിയത്വവാദം തിരിച്ചടിയാകുന്നു എന്നതിൻ്റെ മറ്റൊരു തെളിവ് കാണൂ നിങ്ങൾ. നാട് മുഴുവനും മൈക്ക് കിട്ടുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് ഒരുപാട് കറാമത്തുകളെ വിളിച്ചു പറയുന്ന ഒരവസ്ഥ ഉണ്ട്. അല്ല മനുഷ്യന്മാരെ, ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കുന്ന കൗമിനെ അങ്ങ് അറിഞ്ഞൂടെ? അത് പറയുന്നവരോടാണ് ചോദിക്കുന്നത്. ഈ കൗമിന്റെ അന്തത്തിനനുസരിച്ച്, അതല്ലെങ്കിൽ ഓല് ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാടിനനുസരിച്ച് ഉള്ള കറാമത്ത് തന്നെ ആണെങ്കിലും നിങ്ങൾ പറയാവോ? ഇതെന്നിട്ട് കെട്ടി വലിച്ചുണ്ടാക്കി ഒരുപാട് കറാമത്ത് ഇങ്ങനെ വേറി വിളമ്പുമ്പോ ഉള്ള വിശ്വാസം കൂടി ദീനിൽ അടിസ്ഥാനപരമായി ഈമാൻ ചോർന്നു പോകുന്ന അവസ്ഥ ഇതിലൂടെ ഉണ്ടായിത്തീരുന്നതെന്ന് ഈ കറാമത്ത് വിളമ്പുന്ന ആളുകളോടൊന്ന് സൂചിപ്പിക്കുകയാണ്. കേട്ടല്ലോ, കറാമത്ത് വിളമ്പുന്നവർ സൂക്ഷിക്കാൻ അവരെ കൂട്ടത്തിൽപ്പെട്ട ഉസ്താദിന്റെ നസീഹത്ത് ഉപദേശം കൊടുക്കുകയാണ്. എന്തേ കറാമത്ത് വിളമ്പാനുള്ള കാരണം? സ്വമതിയത്ത് കൽപ്പിക്കണ്ട, സ്വയം കഴിവുണ്ട്, സ്വയം പര്യാപ്തനാണെന്ന് കൽപ്പിക്കാതെ എന്തു വിശേഷണം കൊടുക്ക എന്നാണ്. അങ്ങനെ കൊടുത്ത് 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 വന്നതാണേത് മുദബ്ബിറുൽ ആലം എന്ന വിശേഷണം. ലോകം സർവം നിയന്ത്രിക്കുന്നു എന്ന വിശേഷണം. അത് മാത്രമല്ല, ഔലിയാക്കൾ അവർക്ക് എന്തിനിപ്പോ ഇവിടെ ചോദിക്കപ്പെട്ടു എന്ത്? കൊട്ട തട്ടിയ കഥ. അതാണ് 8 കള്ളക്കഥകൾക്ക് മുമ്പിൽ പരിഹാസ്യരാവുകയാണ് ഉസ്താദുമാർ, പരിഹാസ്യരാവുകയാണ്. കൊടുത്ത കഴിവ് എന്ന അവർ നിർമ്മിച്ചുണ്ടാക്കിയ ആ പുത്തൻ വാദത്തിന്റെ മറവിൽ പറഞ്ഞ് പ്രചരിപ്പിച്ച കള്ളക്കഥകൾക്ക് മുമ്പിൽ പരിഹാസ്യരാവുകയാണ്. അത് ആ ക്ലിപ്പ് ഒരു ദൈർഘ്യമുള്ള ക്ലിപ്പായതുകൊണ്ട് കാണിക്കുന്നില്ല. എന്താ അറിയോ? അത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതിയ കുതുബിയത്തിൽ റൂഹിനെ പിടിച്ചു വരുമ്പോൾ കൊട്ട തട്ടി ഉള്ള റൂഹിനെയൊക്കെ പുറത്തു വിട്ടല്ലോ എന്ന കഥ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു ഒരു ആള്. അപ്പൊ അലവി സഖാഫി ഉടനെ പറഞ്ഞു, അങ്ങനെ ഇല്ല, നമ്മൾ അംഗീകരിക്കുന്ന മൊഹീദ്ദീൻ മാലയിൽ അങ്ങനല്ല എന്നൊക്കെ പറഞ്ഞു. അതാരൊക്കെ എഴുതി കൂട്ടിയതാണ് നമുക്കറിയില്ല. അപ്പൊ അയാൾ വീണ്ടും പറഞ്ഞു, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതിയതിൻ്റെ കയ്യിലുണ്ട്, ഞാൻ തരാം. പിന്നെ അവസരം കൊടുക്കാതെ മെല്ലെ വിട്ടു. അപ്പൊ ഏതാണ്? ഇതാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ഇതാണ് ആ സാധനം. ഈ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതിയ കുത്തുബിയത്ത് ഖസീയത്തുൽ കുത്തുബിയ, അദ്ദേഹത്തിന്റെ ഖസീയത്തുൽ കുത്തുബിയ. ആ ഖസീയത്തുൽ കുത്തുബിയയിലുള്ള വരികളാണ് എന്ത്? അസ്റായിൽ റൂഹിനെ പിടിച്ചു പോകുമ്പോ പരാതി പറഞ്ഞു. ആരോട്? ജീലാനിയോട് പരാതി പറഞ്ഞു, ഇതങ്ങനെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഭാര്യ പരാതി പറയാണ്. അപ്പോ ആ റൂഹിനെ വിട്ടുകൊടുക്കാൻ വേണ്ടി അസ്റായിൽ പറഞ്ഞു, വിട്ടുകൊടുക്കാൻ പറ്റൂല എന്ന്. അപ്പോ ആ കൽപ്പന, വിട്ടുകൊടുക്കുന്ന് പറഞ്ഞ കൽപ്പന സ്വീകരിക്കാത്തത് കൊണ്ട് അന്ന് പിടിച്ചു നോക്കാൻ തട്ടിക്കളഞ്ഞു എന്നാ. ഇതാരെഴുതിയിരിക്കണു? സമസ്ത സ്ഥാപിച്ച പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതിയിട്ടുണ്ട്. ഇത് അലവി സഖാഫി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പോ പ്രസ്ഥാന ചരിത്രത്തെ പറ്റി, പ്രസ്ഥാനത്തിലെ പൂർവിക ഉസ്താദുമാർ എഴുതി വെച്ചതിനെ പറ്റി ധാരണ ഇല്ല എന്നല്ലേ?
പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ വിഷയത്തിൽ മാത്രമല്ല, കാന്തപുരം മുസ്ലിയാരെ വിഷയത്തിൽ വരെ ധാരണ ഇല്ല എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാം. ശരി, ഇതാണ് ആ സാധനം. ഇനി നോക്കുക, ഇത് അതിൽ മാത്രമല്ല, പുതിയ മൊഹീദ്ദീൻ മാല, പുതിയ മൊഹീദ്ദീൻ മാലയാണ് ഇത്. അതിൻ്റെ ഒരു പേജാണ്. പുതിയ മൊഹീദ്ദീൻ മാലയിൽ ഈ കഥയുണ്ട്. എന്താണ്? വലിയൊരു ഖാദിം മൗത്തായ സംഗീതം എന്ന് തുടങ്ങുന്ന നമ്മൾ കേട്ട് പരിചയിച്ച വരിയാണ്. ആ കൊട്ടിയിലുള്ള മൊത്തം തട്ടിക്കളഞ്ഞത് പുതിയ മൊഹീദ്ദീൻ മാല. അപ്പോൾ പുതിയ മൊഹീദ്ദീൻ മാല എന്ന് പറയുമ്പോൾ ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പറയാൻ പറ്റൂല. ഇതേതാ? നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ ഫത്താവ. ഈ ഫത്താവയിൽ എന്താ ഉള്ളത് അറിയോ? ഒരു ചോദ്യം. എന്താണ്? ഇങ്ങനെ മലക്കുൽ മൗത്തിൻ്റെ കയ്യിൽ നിന്നിതാ ഇന്നത്തെ മൊഹീദ്ദീൻ മാലയിൽ ഇങ്ങനെ വരി ഉണ്ടല്ലോ, വലിയൊരു ഖാദിം മൗത്തായ നേരത്ത് എന്ന് തുടങ്ങുന്ന വരികൾ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ മൊഹീദ്ദീൻ മാലയിൽ ഈ വരികളില്ല, ഇത് ആരുടെയോ സൃഷ്ടിയാണ്. അത്തരം പറഞ്ഞ് അത് നമ്മൾ അംഗീകരിക്കൂല എന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷെ എന്താ പറയണറിയോ? ഇതിൽ അവിശ്വസനീയമായി ഒന്നുമില്ല. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിൻ്റെ ഔലിയാവും സജ്ജനങ്ങളായ അടിമകളും മലക്കുകളേക്കാൾ ശ്രേഷ്ഠരാണ്. അപ്പോൾ പഴയ മൊഹീദ്ദീൻ മാലയെ ആരംഗീകരിച്ചു? സാക്ഷാൽ നെല്ലിക്കുത്ത് ഉസ്താദ് അംഗീകരിച്ചു. ഇനി നെല്ലിക്കുത്ത് ഉസ്താദ് മാത്രമല്ല, റിസാല വാരിക 2021 ഫെബ്രുവരി 24. ഇതൊക്കെ വായിക്കണം. എന്തിനറിയോ? എന്തെങ്കിലും പറഞ്ഞു പോകുകയല്ല, കൃത്യ തെളിവിട്ട് കാണിച്ചു തരികയാണ്. ഇതാ പുതിയ മൊഹീദ്ദീൻ മാല എന്നൊരു ഹെഡിങ്. എന്താ പറയണോ അറിയോ? അതിൻ്റെ പോരിശ പറയാണ്. വളരെ മനോഹരമായി കെട്ടിയിട്ടുള്ള ഈ മാലയിൽ മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ധാരാളം കറാമത്തുകൾ പറയുന്നുണ്ട്. മാലയുടെ അവസാനം രചനയ്ക്കു വേണ്ടി അവലംബിച്ച കിതാബുകളുടെ പേരും കവി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. രചന നിർവഹിച്ച വർഷം കൊല്ലവർഷമായിട്ടാണ് കവിമാലയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റിസാല വാരികയും ഇത് അംഗീകരിച്ചു. ഇനിയോ വഹാബി പ്രസ്ഥാനം ഒരു സമഗ്ര പഠനം, ആര്? ഹംസക്കോ ബാക്കവി മുന്നിയൂർ, അയാളും ഇത് അംഗീകരിച്ചു. അപ്പോൾ പിന്നെ പാങ്ങിൽ എഴുതിയത്, പിന്നെ പുതിയ മൊഹീദ്ദീൻ മാലയായി വന്നത്, നെല്ലിക്കുത്ത് മുസ്ലിയാർ അംഗീകരിച്ചത്, റിസാല അംഗീകാരം കൊടുത്തത്, അലവി സഖാഫി അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് കുടുങ്ങിയിട്ടുള്ള മറുപടിയാണ്. അത്രയേ ഉള്ളൂ. അതാണ് പറഞ്ഞത്. പരിഹാസ്യരാകുന്നു. ഇൻഷാ അല്ലാഹ് ആ ക്ലിപ്പ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചേർക്കും. ഇനി 9ാമത്തെ കാര്യം എന്താ? ഈ CM മടവൂരിനെ മുദബ്ബിറാക്കാൻ വേണ്ടി ആയത്തോതി, ഫൽമുദബ്ബിറാത്തി അംറ എന്ന ആയത്തോതി. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നു മുഖാമുഖത്തിൽ. പുലാമന്തോൾ ഈ അടുത്ത് 4 ദിവസം മുമ്പ് കഴിഞ്ഞ പുലാമന്തോൾ മുഖാമുഖം, ആ മുഖാമുഖത്തിൽ ചോദ്യം വന്നപ്പോൾ എന്താണ് കേൾക്കുക? അള്ളാഹു അല്ലാത്ത എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നിയന്ത്രിക്കുന്നത് CM വലിയുള്ളാഹിയാണെന്നല്ലോ. അപ്പൊ ഈ റസൂലുള്ളാഹിയെ പോലും നിയന്ത്രിക്കുന്നത് CM മടവൂരാണെന്നാണ് അവരുടെ പ്രസംഗത്തിൽ നിന്നും അവരുടെ വാദത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താണ് ഇതിന്റെ മറുപടി എന്നാണ് എനിക്കറിയാനുള്ളത്. ഏതെങ്കിലും ഒരു വിഭാഗക്കാരങ്ങനെ പറയുന്നു എന്നതിലേറെ നല്ലത് ഒരു കൂലി പ്രഭാഷകൻ അങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഉപജീവനത്തിന് വേണ്ടി എന്ന് പറയലായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ലോകത്ത് ഒരു അയിമത്തിനോ അറബിയിൽ എഴുതിയ ഒരു ഗ്രന്ഥത്തിലോ അങ്ങനെ മുദബ്ബിറുൽ ആലം ഇന്ന ആളാണ് എന്ന് പറയുന്ന ഒരു സംഭവം ഉദ്ധരിച്ചിട്ടേ ഇല്ല. അത് അദ്ദേഹത്തിന്റെ ഒരു ജീവിത മാർഗമായി മാത്രം മനസ്സിലാക്കിയാൽ മതി. അതേപോലെ മറ്റൊരു കാര്യം, അങ്ങനെ ലോകത്തിന്റെ നിയന്ത്രണം, അതായത് 2 കാര്യങ്ങളാണ് നമ്മുടെ അവിടെ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, മുദബ്ബിറുൽ ആലം എന്നാണ് ഈ വ്യക്തി പ്രസംഗിക്കുന്നത്. ആ പ്രസംഗിക്കുന്നിടത്ത് ആലം എന്ന് എന്തിനെല്ലാം പറയുമോ അതെല്ലാം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രഭാഷണം തന്നെ കേൾക്കാം. മടവൂർ ശൈഖുനെ പഠിപ്പിച്ചതാണ് അന മുദബ്ബിറുൽ ആലം. ആലം എന്നതിൽ എന്തൊക്കെ പെട്ടു അതിന്റെ മുദബ്ബിറാണ് ശൈഖ് മടവൂർ. ലോകം എന്ന് ആലം എന്ന് എന്തിനാണോ പറയുന്നത് അതിന്റെ എല്ലാം മുദബ്ബിറാണ് മടവൂർ, CM മടവൂർ എന്നാണ് പറഞ്ഞത്. പച്ചക്കള്ളാണ്. ഇത് നമ്മുടെ അഖീദയുടെ ഉസൂലുകളോട് തന്നെ യോജിക്കാത്ത കാര്യമാണ്. കേട്ടല്ലോ, ഇതാണ് സഹോദരങ്ങളെ പെട്ടു എന്ന് പറഞ്ഞാൽ. എന്താണ്? അറബിയായ ഒരു കിതാബിലും അങ്ങനല്ല. ശരിവെക്കുക. എങ്ങനെ? അഹ്ലുസുന്ന വൽ ജമാഅയുടെ ഒരു കിതാബിലും അത് കാണൂല. പക്ഷെ എവിടെ കാണുന്നറിയോ? ഇതാ മർക്കസു സഖാഫത്തു സുന്നിയയിൽ
ഉസൂലുൽ ഫിഖ് വിഭാഗത്തിന്റെ ഹെഡായിരുന്ന അബ്ദുൽ ബസീർ സഖാഫി എഴുതിയ കിതാബാണ് അൽ മൗലിദുൻ നൂരി ലിൽ ഗൗസിൽ മദവൂരി. ഇതിനാരാണ് അവതാരിക എഴുതി കൊടുത്തത്? സാക്ഷാൽ അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം. അപ്പോ ഒരാള് അയാളെ ഉപജീവനത്തിന് വേണ്ടി പറഞ്ഞു നടക്കുക എന്നാണല്ലോ പറഞ്ഞത്. അതെന്താന്നുള്ളത് നമുക്കറിയില്ല. ശരി, ഈ കിതാബിനെ പറ്റി ഒന്ന് പറയാം. ഈ കിതാബിനെ പറ്റി കേട്ടോളൂ. എന്താണ് ഈ കിതാബിനെ പറ്റി പറയുന്നു. ഫഖദ് ഖറഅതു ഹാദിഹി സഫഹാത്തിൽ മുബാറക ഫീ മദ്ഹി സയ്യിദി വ ശൈഖി. എൻ്റെ സയ്യിദിനെ ഷെയ്ഖിനെ മദ്ഹ് ചെയ്ത് എഴുതിയ ഈ ഏടുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ആര്? കാന്തപുരം മുസ്ലിയാർ പറയാണ്. ഇനി അതുമല്ല, എല്ലാ വീടുകളിലും സദസ്സുകളിലും ബറക്കത്തിന് വേണ്ടി ഓതേണ്ട കിതാബാണിത് എന്നും അംഗീകാരം കൊടുത്തു. ഇനി കേട്ടോളി, ഈ കിതാബിൽ എന്താണ്? അറബിയല്ലേ? അറബി തന്നെ വായിച്ചരാ. 89-ാമത്തെ പേജിൽ ഒരു ഉസ്താദ് വന്നിട്ട് പറയാണ്, അന അഖൂലു അൻക, നിങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നു, കുതുബുൽ അഖ്താബ് വ മുദബ്ബിറുൽ ആലം. അറബിയല്ലേ ഇത്? കുതുബുൽ അഖ്താബ് വ മുദബ്ബിറുൽ ആലം. അപ്പൊ ഇത് കേട്ടപ്പോ ഇത് സമസ്തയുടെ വിശ്വാസമല്ലെങ്കിൽ, അഖീദയല്ലെങ്കിൽ എന്താ CM മടവൂർ പറയേണ്ടത്? അങ്ങനെ പറയരുത്, ശരിയല്ല, തെറ്റാണ്. അല്ല, ഫഅബാൻ, ശരിയാണ്, പറഞ്ഞത് ശരിയാണ്. ഫൽമദ്ഹു യഖ്സുറു അൻ ബുലൂഹിൽ മഖ്സദി. ഇതൊക്കെ വളരെ ചെറിയ പുകഴ്ത്തലാണ്, എത്രയോ മേലെയാണ്, അതിൻ്റെ കപ്പറാണ്. അപ്പോ വ മുദബ്ബിറുൽ ആലം എന്ന ഏതാ കിതാബ്? ഈ കിതാബ്. ഇനി അടുത്തൊരു ക്ലിപ്പുണ്ട്, അതിൽ ചേർക്കാൻ ഇൻഷാ അല്ലാഹ്. എന്താ അറിയോ, ഈ കിതാബ് കാന്തപുർ ഉസ്താദ് വായിച്ചിട്ടുണ്ടാകൂല എന്ന് അലവി സഖാഫി പറഞ്ഞ് കുടുങ്ങാണ് വയനാട് മുഖാമുഖത്തിൽ. മനസ്സിലായുണ്ടോ? പിന്നെ അതുമല്ല, അങ്ങനൊന്നും അതിൽ ഉണ്ടാകൂല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ്. അതിനാണ് ഈ വായിച്ചത്. അപ്പോൾ മുഖാമുഖങ്ങൾ നല്ല ഒരു കെണി തന്നെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല ഒരു പ്രശ്നം തന്നെയാണ്. അതെന്തുകൊണ്ടാണ് ആ പ്രശ്നം വന്നത്? മറ്റൊന്നുകൊണ്ടുമല്ല, 10ാമത്തത് കൊടുത്ത കഴിവ് എന്ന ഈ വാദം അനിസ്ലാമികമാണ്, അപ്രാമാണികമാണ്, പറ്റൂല അംഗീകരിക്കാൻ. അത് ഇസ്ലാമിന്റെ വാദമല്ല. ഈ പുസ്തകത്തിൽ എന്താ അറിയോ? ഈ പുസ്തകത്തിൽ അന ഖുതുബുൽ ആലം ലാ ശക്ക ഫീഹി, ഒരു സംശയവും വേണ്ട, ഞാൻ തന്നെയാണ് ഖുതുബുൽ ആലം. മാത്രവുമല്ല, എല്ലാ ത്വരീഖിന്റെയും ഷെയ്ഖ് ഞാനാണ്, എല്ലാ ത്വരീഖിന്റെയും. അപ്പൊ എല്ലാ ത്വരീഖും പൊട്ടു, കൊണ്ടോട്ടി ഒക്കെ പൊട്ടുന്ന വയല്. ഇങ്ങനെ സഹോദരങ്ങളെ, ആദർശരംഗത്ത് ശക്തമായ പരാജയം നേരിടുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് പ്രാമാണികമായി ഇത്തരം കാര്യങ്ങളെ കൃത്യമായി വിശദീകരിക്കാനും വിശകലനം ചെയ്യാനും ഈ സംഘം മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇത് സത്യത്തിൻ്റെ വിളംബരമാണ്, പ്രഖ്യാപനമാണ്, അതിൻ്റെ വിജയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യം ബഹുമാനനായ ഫൈസൽ മൗലവി ഇവിടെ വിശദീകരിക്കും. അതുകൂടി ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ പിരിഞ്ഞു പോകേണ്ടത്. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.